നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഒരു 35 വർഷമായി എനിക്ക് പരിചയമുള്ള, എന്നെ ഒരു ചേട്ടാ എന്ന് വിളിക്കുന്ന, ആത്മാർത്ഥതയോടെ ചേട്ടാ എന്ന് വിളിക്കുന്ന ഒരു AL അജികുമാർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തല്ല, അയാൾ എറണാകുളത്താണ് ജോലി സംബന്ധമായി. സംവിധായകൻ KP കുമാരൻ്റെ ഇഷ്ടപ്പെട്ട അസിസ്റ്റൻ്റ് ഡയറക്ടർമാരിൽ ഒരാളാണ് അജികുമാർ. കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ നടത്തുന്ന പ്രതിമാസ സിനിമാ ചർച്ചകളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന കാലത്താണ് ഞാൻ അജികുമാറിനെ പരിചയപ്പെടുന്നത്. ആ ബന്ധം 35 വർഷമായി നന്നായി തുടരുന്നു. അതിൽ 2011 ഒരു പുസ്തകം എഴുതി, ചലച്ചിത്ര ജാലകം എന്ന് പറഞ്ഞൊരു പുസ്തകം. ആ പുസ്തകം റിലീസ് ചെയ്യുന്നിടത്ത് വെച്ചോ 155 രൂപ വിലയുള്ള പുസ്തകമാണ്, നല്ല പുസ്തകമാണ്. ആ പുസ്തകം റിലീസ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണോ അതിന് ശേഷമാണോ ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ യോഗം നടക്കുന്നിടത്താണോ എവിടെ വെച്ച് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു, നമ്മുടെ അജിയും പുസ്തകം എഴുതിയോ എന്ന് വർത്തമാനത്തിനിടയിൽ ചോദിച്ചു എന്ന് പറയുന്നു. എനിക്ക് ഓർമ്മയില്ല, കാരണം 2011 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 13 വർഷം മുമ്പാണ്. ഇന്നലെ എന്നെ അജി വിളിച്ചു. അജി പറയുന്നത്, എനിക്കും അജിക്കും പരിചയമുള്ള ഒരു യൂട്യൂബർ, തിരുവനന്തപുരത്തുള്ളൊരു യൂട്യൂബർ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ആ ചലച്ചിത്ര ജാലകം എന്ന് പറഞ്ഞ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ശാന്തിവിള ദിനേശ് അവിടെ വന്നുകൊണ്ട് ചോദിച്ചു ഒരു മറുപടി, ഇങ്ങനെ, അതായത് അജിയും പുസ്തകം എഴുതിയോ എന്ന് ചോദിച്ചു. അതിനൊരു മറുപടി പറയാമോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 13 വർഷം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. വിഷയമില്ല, അതുകൊണ്ടാണ് പ്രശ്നം. അപ്പോൾ ദിനേശിനെ പറ്റി എന്തെങ്കിലും തെറി ആരെങ്കിലും പറയുന്നത് കിട്ടിയാൽ, ഇപ്പോൾ അജിയെ വിളിക്കുമ്പോൾ അജി സ്വാഭാവികമായിട്ടും ഞാൻ ചലച്ചിത്ര ജാലകം എന്നൊരു പുസ്തകങ്ങൾ എഴുതി, ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞവൻ എന്തെഴുതി എന്നൊക്കെ ചോദിച്ച് 4 ഡയലോഗ് പറഞ്ഞാൽ അത് വെച്ചൊരു സ്റ്റോറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഈ യൂട്യൂബർ അജിയെ വിളിച്ചത്. 2011 ദിനേശ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകം റിലീസ് ചെയ്തപ്പോൾ അതിനൊരു മറുപടി തരുമോ എന്ന് ചോദിച്ചു. അജി മാന്യനായതുകൊണ്ടും എന്നെ ദിനേശ് ചേട്ടാ എന്ന് വിളിക്കുന്നതിൻ്റെ ആത്മാർത്ഥം കൊണ്ട് അയാൾ പറഞ്ഞു, അജിയും പുസ്തകം എഴുതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നുള്ളൂ, നിങ്ങൾക്കങ്ങനെ കമൻ്റൊന്നും തരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അയാൾ കട്ട് ചെയ്ത് കളഞ്ഞു ഫോൺ. ആലോചിച്ച് നോക്കൂ, എൻ്റെ പുറകെ നടക്കുന്ന കഴുകൻ കണ്ണുകളുമായി കുറേ വൃത്തികെട്ടന്മാരെന്ന് പറയാം. എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് എനിക്കറിയില്ല. ഇപ്പം തന്നെ എനിക്ക് വന്ന കേസുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിരവധി കേസുകളല്ലേ വന്നിരിക്കുന്നത്. ആ കേസുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കുക. വളരെ കൃത്യതയോടുകൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞാൻ ഒരു കാര്യവും സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പോക്സോ കേസ് അടക്കമുള്ളതിൽ പ്രതിയാണ്. ഇപ്പോൾ തന്നെ FEFCയുടെ ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് അത് കോടതിയിൽ എന്തൊക്കെ കളിച്ചു എന്നുള്ളത് ഞാൻ പിന്നാലെ പറയാം. ഞാനിപ്പോൾ അതിന് മറുപടി കൊടുക്കാനായിട്ട് വേറെ വക്കീലിനെ എറണാകുളത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കുറേ കാശ് പോകും, സമയം പോകും എന്നുള്ളതേ ഉള്ളൂ. നോക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡായിട്ട് നമ്മുടെ പ്രോഗ്രാം വരുന്നതിൽ ആദ്യം, അതായത് രാവിലെ ഞായറാഴ്ചയും ബുധനാഴ്ചയും കാത്തിരിക്കുന്നൊരു വൃത്തികെട്ടവൻ, അവൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മകൻ്റെ ഭാര്യ വീട്ടിലുണ്ടോ? നിങ്ങളുടെ മകനും ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞോ? അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായ ഒരു എപ്പിസോഡ് ചെയ്യണം. ഞാൻ എന്താ മറുപടി പറയേണ്ടത് നിങ്ങൾ ആലോചിച്ചു. എനിക്കൊരു 100 കണക്കിന് പേര് അത് അയച്ചു തന്നു. ഞാൻ ഈ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് നോക്കില്ലല്ലോ. എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു, ദിനേശ് ചേട്ടാ നിങ്ങളെ വീട്ടുകാരെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ സൈബർ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ആ മെസ്സേജ് എനിക്ക് മായ്ച്ച് കളയാൻ പറ്റും. ഞാൻ പക്ഷേ ഒന്നിന്നും മാച്ചിട്ടില്ല, കാരണം അവിടെ കിടക്കട്ടെ. കാരണം ഈ പോസ്റ്റ് ഇട്ട വൃത്തികെട്ടവൻ, അതായത് മനസ്സിന് കുഷ്ഠം പിടിച്ചവൻ ഇട്ട പോസ്റ്റ് അവിടെ കിടക്കട്ടെ, ആളുകൾ വായിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആലോചിച്ചു, എൻ്റെ വീട്ടിൽ കയറി എൻ്റെ ഇതിലൊന്നും ഇടപെടാതെ അയാളുടെ സ്വസ്ഥമായി അന്തസ്സായിട്ട് ഒരു MBA-കാരനായി മര്യാദയ്ക്ക് ജീവിക്കുന്ന മകനെ പോലും ജീവിക്കാൻ സമ്മതിക്കാതെ അതിൻ്റെ പിന്നാലെ നടക്കുകയാണ്. എനിക്ക് വേണമെങ്കിൽ മറുപടി ഇടാം, ഈ പോസ്റ്റ് ഇട്ടവൻ്റെ സഹോദരിയുമായിട്ടാണ് ഇപ്പോൾ എൻ്റെ മകൻ ജീവിക്കുന്നത്, നിൻ്റെ സഹോദരിയാണ് എൻ്റെ മകൻ്റെ കൂടെ കിടക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ എനിക്കിടാം. പക്ഷേ അവൻ്റെ തന്തയും എൻ്റെ തന്തയും ഒന്നായി പോകില്ലേ? അതുകൊണ്ട് ഞാൻ മറുപടിയൊന്നും ഇട്ടില്ല. എനിക്ക് മറുപടി ഇത് അയച്ചവർക്കെല്ലാം ഞാൻ തിരിച്ച് മറുപടി ഇട്ടു. ഞാൻ യൂട്യൂബിൽ എന്നോട് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ മറുപടി ഇടില്ല. വായിച്ച് നോക്കണമെന്നുണ്ട്, ഞാൻ ഇല്ല, വായിച്ച് നോക്കിയില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ സത്യസന്ധമായി ഈ നാട്ടിൽ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ ഏത് കൊലകൊമ്പനായാലും ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് എന്ന് പറയുകയും ആ കൊലകൊമ്പൻ തന്നെ നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളിനും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്നെപ്പറ്റി പറയുന്നത്. അത് എന്തൊക്കെയോ കമൻറ്റുകൾ പറയുന്നു എന്ന് പറയുന്നത് എന്നെപ്പറ്റി പറഞ്ഞ് അവർക്കൊരാഗ്രഹം തീരണമെങ്കിൽ തീരട്ടെ എന്ന് ഞാൻ പറയൂ. കാരണം യവനൊന്നും ദിനേശനൊരു എതിരാളിയല്ല. ഇതൊന്നും കണ്ടാൽ ദിനേശൻ
എന്താ പറയുക വിരളുകയും ഇല്ല. ഞാൻ വീട്ടിലും പറഞ്ഞു, ഭാര്യയോടും മോനോടും ഒക്കെ പറഞ്ഞു, വീട്ടുകാരോടൊക്കെ പറഞ്ഞു, നമ്മൾ ഇങ്ങനൊരു ചാനൽ നടത്തുമ്പോൾ ഇതുപോലുള്ള കമൻറ്റുകളൊക്കെ വരും, അതിനെ സീരിയസ് ആയിട്ട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും അതൊരു പ്രശ്നമല്ല. എങ്കിൽ പോലും നമുക്ക് ഈ നൂറുകണക്കിന് പേര് ഇത് എടുത്ത് നമുക്ക് അയച്ചു തരുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ദിനേശ് ചേട്ടാ ഇത് കണ്ടില്ലേ, നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മകനെ പറ്റിയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ, അവനൊരു മറുപടി കൊടുക്കൂ. ഞാൻ കൊടുക്കില്ല. അവൻ്റെ തന്ത വിചാരിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ മറുപടി കൊടുക്കില്ല. എന്താ പറയുക, സൈബറിൽ വേണമെങ്കിൽ എനിക്ക് സൈബറിൽ നല്ല പരിചയമുള്ള ആളുകളുണ്ട്. സൈബറിൽ പോയിട്ട് ഇതാ ഇങ്ങനെ ഒരു ദ്രോഹി, ഒരു ചെറ്റ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നു, യഥാർത്ഥ ആളാരാണെന്നുള്ള, കാരണം വ്യാജ ഐ ഡി ഉണ്ടാക്കിയിട്ടാണല്ലോ. ആ നമ്പർ തരുമെന്ന് പറഞ്ഞാൽ എനിക്ക് സൈബർ പരാതി കൊടുത്താൽ വാങ്ങിക്കാം, വിവരാവശ്യം വഴിയോ ഒക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ ചെയ്യില്ല. അല്ലെങ്കിൽ എനിക്ക് ഫോണിൽ നിന്ന് തന്നെ അവനെ ബ്ലോക്ക് ചെയ്യാം. സഭ്യതയില്ലാത്ത എന്താ പറയുക കമൻറ്റുകൾ ഇടുന്നു എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്യാം യൂട്യൂബിന്. ഞാൻ അതൊന്നും ചെയ്യില്ല. കാരണം ചെയ്ത് ഇവനൊക്കെ തളരട്ടെ എന്ന് മാത്രമേ പറയൂ. ദിനേശിൻ്റെ ജീവിതം സുതാര്യമാണ്, സത്യസന്ധമാണ്. അതുകൊണ്ട് തന്നെ എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചാൽ നിൻ്റെ ഈ കമൻ്റ് ഇടുന്നവൻ്റെ തന്ത ഒരു ജന്മം കൂടി ജനിക്കേണ്ടി വരും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. I thank Blessy. It's a hard work. It has really happened to someone. Mr. Maniratnam wondered how he worked, where at the interval you feel like drinking more water. Your thirst for making a different kind of cinema is also seen. Prithviraj has done some, especially the shot he bathes. But I never thought he would have gone this far. The cameraman, it's very difficult. Filmmakers, we understand. I want the audience also to understand that. Excellent film. I want the people to support it as well. Thank you. All the best. നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡും ഞാൻ ചെയ്യുന്നത്. മലയാള സിനിമയുടെ എന്താ പറയുക പുഷ്കര കാലം എന്ന് തന്നെ പറയാം. തുടരെ വലിയ വിജയങ്ങളാകുന്ന, നിലവാരമുള്ള, നല്ല അഭിപ്രായം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ നേടിയെടുക്കുന്ന നല്ല സിനിമകൾ തുടർച്ചയായി വരുന്നു, ഒന്നിനു പിറകെ ഒന്നായി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മലയാള സിനിമ ആരോഗ്യകരമായ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. ആടുജീവിതം കാണാൻ എൻ്റെ മകൻ ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് അയാൾ വന്ന് പറഞ്ഞു, അച്ഛാ ആടുജീവിതം കാണാൻ പോണ്ട കേട്ടോ, അച്ഛനത് അവസാനം വരെയും കണ്ടിരിക്കാൻ പറ്റില്ല. അവനറിയാം എൻ്റെ മനസ്സ്. മാളൂട്ടിയായാലും ആകാശദൂതായാലും അതുപോലുള്ള ഹെവി എന്താ പറയുക ദുഃഖങ്ങൾ തരുന്ന സിനിമകൾ ഞാൻ കാണാറില്ല. എന്നാലും ആടുജീവിതം കാണാൻ പോയി. ഞാനും സിന്ധു കൂടി കാണാൻ പോയി. മകൻ പറഞ്ഞുകൊണ്ടായിരിക്കാം കുറച്ച് ഒന്ന് മെൻ്റലി ഞാനൊന്ന് പ്രിപ്പയർഡായി പോയതുകൊണ്ട്, അല്ലെങ്കിൽ ബെന്യാമിൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ എന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ആ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് ബ്ലസ്സിയും പൃഥ്വിരാജും കൂടി, അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് മാത്രം പറയണ്ട, ആ കൂടെ സഹകരിച്ചവരെല്ലാ പേരും മുന്നോട്ട് പോയി എന്ന് ആ ചിത്രം തെളിയിക്കുന്നു. മലയാളത്തിൽ എന്താ പറയുക ഇപ്പോൾ വായന മുരടിക്കുന്നു, കുറയുന്നു എന്നൊക്കെ പറയുന്ന കാലമാണ്. 2.5 ലക്ഷം കോപ്പി, അതായത് 250 എഡിഷൻ ബെന്യാമിൻ്റെ ആടുജീവിതം ഇറങ്ങി എന്ന് പറയുമ്പോൾ വായന മരിക്കുന്നില്ല എന്ന് ഞാൻ പറയും. ഞാൻ ഇന്നലെ മാതൃഭൂമി ബുക്സിൽ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങാനായിട്ട് ചെന്നിങ്ങനെ പോകുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുമായിട്ട് നല്ല ബന്ധമാണ്. അവരുമായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പുസ്തകം ഓഫീസുകളിൽ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു ദിലീപ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ഞാൻ എന്നെ വന്ന് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത്, ദിലീപേ പുസ്തകം മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല സാർ, വളരെ സീരിയസ് ആയി വായിക്കുന്ന ഒരുപാട് പുതിയ തലമുറയിലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടല്ലേ സാർ ഞാൻ പുസ്തകം കൊണ്ട് ജീവിക്കുന്നത് എന്നോട് പറഞ്ഞു. ഞാൻ മറന്നുപോയി ദിലീപിനെ. കാരണം നിയമസഭാ സമുച്ചയത്തിൽ നടന്ന പുസ്തകമേളയിൽ ഞാൻ ദിലീപിൻ്റെ പുസ്തകശാലയിൽ ചെന്ന് അല്ലെങ്കിൽ സ്റ്റാളിൽ ചെന്നിട്ട്
കുറച്ച് പുസ്തകം വാങ്ങിയെന്ന് അയാൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ ദിലീപിൻ്റെ സ്റ്റാളിൽ ഞാൻ കയറിയിരുന്നു. പുസ്തകം കൊണ്ട് ജീവിക്കുന്നു, ഒരു നല്ല ചെറുപ്പക്കാരൻ. അയാൾ തിരഞ്ഞെടുക്കുന്ന കുറേ പുസ്തകങ്ങൾ ഞാൻ നോക്കി നിന്നു ഏതൊക്കെയാണ് എടുക്കുന്നതെന്ന്. നല്ല 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 പുസ്തകങ്ങളെടുത്ത് കൊണ്ടുപോയി എന്താ പറയുക 1000-2000 രൂപയ്ക്ക് ഒരു സർക്കാർ ഓഫീസിൽ ഒരാൾക്ക് കടം കൊടുത്തിട്ട് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് 100 രൂപ വെച്ചോ 500 രൂപ വെച്ചോ തിരിച്ചു വാങ്ങുക. പുസ്തകത്തിൻ്റെ വിലയിൽ ഒരു 10% കുറച്ച് കൊടുക്കും. അങ്ങനെയും എനിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് അയാൾ പറഞ്ഞപ്പോഴാണ് പുസ്തകം കൊണ്ടും ജീവിക്കാൻ കഴിയും എന്നെനിക്ക് മനസ്സിലായത്. ഈ ആടുജീവിതത്തിന് മുമ്പ് കേരളത്തിലൊരു വലിയ ട്രെൻഡ് സെൻ്ററായത് പെരുമ്പടം ശ്രീധരൻ സാറിൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞ പുസ്തകമായിരുന്നു. അതും നന്നായിട്ട് ഹൈപ്പുണ്ടാക്കിയ പുസ്തകമായിരുന്നു. നമ്മൾ ആശ്രമം ഭാസിയായിരുന്നു ആ പുസ്തകം റിലീസ് ചെയ്തത്. എനിക്ക് നല്ല പരിചയമുള്ള ഒരാളാണ്. അതിനും മുകളിലേക്ക് പോയി 250 എഡിഷൻ എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം കോപ്പി ഇപ്പം തന്നെ വിറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബെന്യാമിന് അഭിമാനിക്കാം. പ്രവാസ ജീവിതത്തിൽ നജീബ് എന്ന ഭാഷയറിയാത്ത ചെറുപ്പക്കാരൻ, മലയാളം മാത്രം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവും പ്രമേയമാക്കിയ ബെന്യാമിൻ്റെ ആടുജീവിതം സിനിമയായപ്പോഴും മനോഹരമായി എന്ന് പറയാം. പലരും ഇപ്പോൾ സക്കറിയ തന്നെ വിധേയൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഭാസ്കരൻ പട്ടേലും ഒക്കെ ഞാൻ വിചാരിച്ച രീതിയിൽ എത്തിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്തോ വാങ്ങിയ പൈസ എന്തോ തിരിച്ചു കൊടുക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തല്ലോ. അതുപോലെ തന്നെ ഓടയിൽ നിന്നിലെ എൻ്റെ പപ്പുവിനെ അനശ്വരമാക്കി സത്യൻ എന്ന് പറഞ്ഞാൽ അതേ ആകൊണ്ട് തന്നെ കേശവദേവനെ കൊണ്ട് പറയിച്ചു എൻ്റെ റൗഡിയെ സത്യം കൊന്നു. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ സിനിമയാക്കുമ്പോൾ ചില കുഴപ്പങ്ങൾ ചിലയിടത്തൊക്കെ സംഭവിക്കാറുണ്ട്. പുസ്തകത്തിനോളം എത്താതെ പോകാറുണ്ട്, ചിലത് പുസ്തകങ്ങൾക്കും മുകളിൽ പോകാറുണ്ട്. അങ്ങനെ പുസ്തകത്തിനും മേളിപ്പോയ സിനിമകളിലൊന്നാണ് ആടുജീവിതം എന്ന് ഞാൻ പറയും. എത്ര പൊന്നു കായ്ക്കുന്ന മരമായാലും നാടായാലും മണലാരണ്യത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ നൈസർഗിക സൗന്ദര്യത്തിന് മുന്നിൽ ഒന്നും ആകാനാകില്ല എന്ന് ബ്ലസ്സി തുടക്കത്തിൽ കാണിച്ച പുഴയും മഴയും പച്ചപ്പും നജീബും സൈനുവും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. നജീബിൻ്റെ കൂട്ടുകാരും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറയാം. ഒക്കെ കൂടി ഇവരെ എല്ലാവരും കൂടി നമുക്ക് കാട്ടിത്തരുന്നത് ഇന്ത്യയിലോ ലോകത്തിൻ്റെ ഏതു കോണിലോ ഒരു സ്വർഗരാജ്യമുണ്ടെന്ന് കാണിച്ചു തന്നാലും ശരി, കേരളത്തിനോളം ഗ്രാമ്യ ഭംഗി അവയ്ക്കുണ്ടാവില്ല എന്ന് ഉറപ്പായിട്ടും ആടുജീവിതം കണ്ടുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നി. എത്ര രസകരമായ മണലുറ്റി ജീവിക്കുന്ന നജീബാണല്ലോ പടം തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. എന്ത് രസമായിട്ട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ജയകുമാർ സാർ ഇട്ട ടൈറ്റിലാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് നമ്മുടെ നാട്. തീർച്ചയായിട്ടും ഇനി എത്ര കോടികൾ സമ്പാദിക്കാനായിട്ട് മണലാരണ്യത്തിൽ പോയാലും ആ നാടിൻ്റെ രുചി, നാടിൻ്റെ സൗന്ദര്യം, സൗരഭ്യം ഒന്നും കിട്ടില്ല എന്ന് ബ്ലസ്സി നമ്മളെ ബോധ്യപ്പെടുത്തി. പുഴയിൽ മണലുറ്റി ജീവിക്കുന്ന നജീബിൻ്റെയും കൂട്ടുകാരുടെയും ജീവിത സുഖം അന്റാർട്ടിക്കയിലും നയാഗിരിയിലും കിട്ടില്ല എന്ന് മലയാളിക്ക് അഭിമാനത്തോടെ പറയാമെന്ന് ആടുജീവിതം തെളിയിക്കുന്നു. ഉമ്മ കൊടുത്തുവിട്ട കണ്ണിമാങ്ങ അച്ചാർ, അതിൻ്റെ അവസാനത്തെ എന്താ പറയുക തുള്ളി മാത്രമല്ല, ആ കുപ്പി നൽകുന്ന മണം തിരിച്ച് സ്വന്തം നാട്ടിൽ എത്രയും വേഗം എത്താൻ നജീബിന് ലഭിക്കുന്ന അമൃതാണ് എന്ന് എനിക്ക് പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തോന്നി. ആർത്തിയോടെ അയാൾ അവസാന കഷ്ണം വരെ അതിൽ നിന്ന് എടുത്തിട്ട് ആ കുപ്പി മണപ്പിക്കുന്ന ഒരു സീനുണ്ട്. ഞാനായിട്ടായിരുന്നു ഈ ചത്തുപോയാനെ. ഈ എന്താ പറയുക, എങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ട് നജീബ് വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നജീബിൻ്റെയും സൈനുവിൻ്റെയും പരിശുദ്ധമായ പ്രണയ നിമിഷങ്ങളാകണം നജീബിന് ജീവിക്കാൻ പ്രേരശക്തി ആയതെന്നും എനിക്ക് തോന്നുന്നു. കുറച്ചേ കാണിക്കുന്നുള്ളെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം അമല പോളിനെ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തോ ഒരു രസം തോന്നി. രസകരമായി കുറച്ച് സീനുകളേ ഉള്ളെങ്കിലും എനിക്ക് തോന്നുന്നു 2, 3, 4 സീനൊക്കെ ഉള്ളൂ. പക്ഷേ രസകരമായി ബ്ലസ്സി എന്താ പറയുക, പത്മരാജ സാറിൻ്റെ ശിഷ്യൻ തന്നെയാണ് ഞാനെന്ന് തെളിയിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ പത്മരാജ സാർ തിരക്കഥകൾ എഴുതിയ ഭരതൻ്റെ സിനിമകളിൽ കാണിക്കുന്ന തരത്തിലുള്ള സമ്പന്നമായ പ്രണയത്തിൻ്റെ ദൃശ്യങ്ങൾ ആടുജീവിതത്തിൽ നജീബിൻ്റെയും സൈനുവിൻ്റെയായി ബ്ലസ്സി കാണിച്ചു തന്നു. ചുടു മണൽക്കാറ്റും പച്ചപ്പിൻ്റെ ഒരു തുണ്ട് പോലുമില്ലാത്ത, കഴുകന്മാർ എല്ലും കഷ്ണത്തിനായി കലവില കൂട്ടുന്ന മണലാരണ്യത്തിൽ കുളിക്കാനോ കുടിക്കാനോ മാത്രമല്ല പൃഷ്ഠം കഴുകാൻ പോലും, മണൽ കൊണ്ട് തുടച്ച് കളയാനാ പറയണേ, പൃഷ്ഠം കഴുകാൻ പോലും ഒരു തുള്ളി വെള്ളം കിട്ടാത്ത ലോകത്ത് ചെന്നപ്പോഴാകണം താനടക്കം മണൽ വാരി നശിപ്പിക്കുന്ന പുഴയുടെ മഹത്വം നജീബ് അറിയുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നജീബ് ഒരിക്കലെങ്കിലും ഓർത്ത് കാണും.
അത് അങ്ങനെ ഒരു സീൻ അതിലുണ്ടാവണമെന്ന് എനിക്ക് തോന്നി. കാരണം പുഴകളെല്ലാം നദികളെല്ലാം മണലൂറ്റിയും വേസ്റ്റുകൾ തള്ളിയും നശിപ്പിക്കുന്ന നമുക്ക് മലയാളിക്ക് അറിയില്ല വെള്ളത്തിൻ്റെ വില. ഈ മണലാരണ്യത്തിൽ ചെന്ന് കിടന്ന് എന്താ പറയുക, വയറ് നിറയെ വെള്ളം കുടിക്കാനോ ഒന്ന് ദേഹം നനയ്ക്കാനോ അതും വേണ്ട, പൃഷ്ഠം കഴുകാൻ പോലും വെള്ളം എടുത്തതിനാണല്ലോ അടി കിട്ടിയത്. അപ്പോൾ അപ്പോഴെങ്കിലും നജീബ് ആലോചിച്ച് കാണും എൻ്റെ കേരളം എത്ര സുന്ദരമെന്ന്. പുഴകളിലും കുളങ്ങളിലും നദികളിലും വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞ് വെള്ളത്തെ മലീമസമാക്കുന്ന മലയാളിയെ 10 ദിവസം ഒരു ശിക്ഷ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പുഴയിലേക്കും കുളത്തിലേക്കൊക്കെ വേസ്റ്റ് എറിയുന്നവനെ പിടിച്ചാൽ അവനെ 10 ദിവസത്തേക്ക് സർക്കാരിൻ്റെ ചിലവിൽ നജീബ് ജീവിച്ച മണൽക്കാട്ടിൽ കൊണ്ടുപോയി 10 ദിവസം ജീവിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആട് ജീവിതം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്. 1-2 മിനിറ്റ് നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ 24 ക്യാരറ്റ് സ്വർണത്തിൻ്റെ വർണ്ണ നിറമുള്ള എന്താ പറയുക മണൽ കൂമ്പാരം നമുക്ക് ഭയങ്കര രസമായിട്ട് തുടക്കത്തിൽ തോന്നും. സ്വർണ്ണവർണ്ണത്തിലല്ലേ കിടക്കുന്ന മണൽ. പക്ഷേ അല്പം കഴിയുമ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും എത്ര ഭയാനകമാണ്, എത്ര ബീഭത്സമാണ്, എത്ര അപകടകാരിയാണെന്ന് ആട് ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു. പടം കണ്ടിട്ട് കാറിൽ കയറി ഇങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ സിന്ധു എന്നോട് പറഞ്ഞത്, അണ്ണാ ഇനിയിപ്പോൾ ഒരു 10 ലക്ഷം രൂപ വെച്ച് ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ അച്ഛനെ ഇനി ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ സമ്മതിക്കില്ല എന്ന് ആട് ജീവിതം കണ്ടതിൻ്റെ പ്രതിഫലനമായി സിന്ധു പറഞ്ഞു. കാരണം സിന്ധു പേടിച്ചു പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഗൾഫിലെ മണൽ കൂമ്പാരങ്ങൾ മനുഷ്യരോട് കാണിക്കുന്ന ക്രൂരതയെപ്പറ്റി കണ്ടപ്പോൾ ശരിക്കും വരണ്ടു പോയി എന്ന് പറയാം സിന്ധുവിനെ. അപ്പോൾ മണലിൻ്റെ രൂക്ഷത കണ്ട സിന്ധു മഞ്ഞിൻ്റെ രൂക്ഷത അറിയാൻ പാകത്തിലൊരു മഞ്ഞു ജീവിതം വന്നാലേ ഇറ്റലിയിലും കാനഡയിലും ഒക്കെ വർഷത്തിൽ പകുതി കാലം സ്വന്തമായി രാവിലെ ഇറങ്ങി വീടിൻ്റെ മുറ്റത്തുള്ള മുഴുവൻ മഞ്ഞു കൂനകൾ തൂത്ത് റോഡിലൊരിടത്ത് കൂട്ടിയില്ല എങ്കിൽ ഫൈൻ അടിക്കുന്ന രാജ്യമാണ് കാനഡയും ഇറ്റലിയും ഒക്കെ. അപ്പോൾ അവിടെയും കൂടെ ഈ മഞ്ഞുകാലം വരുമ്പോൾ 6 മാസക്കാലം ഇറ്റലിയിലും കാനഡയിലും ഒക്കെ സമ്പന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ ഒരുപാട് വസിക്കുന്ന ആ രാജ്യങ്ങളിലെ മഞ്ഞ് ജീവിതം കൂടി ഇനിയൊരു സിനിമയിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സിന്ധു പറയും, ഇനിയിപ്പോൾ അവിടെയും അയക്കണ്ട, അവൻ കേരളത്തിൽ കിടന്ന് ജീവിച്ചാൽ മതി എന്ന് പറയും, ഉറപ്പായിട്ട് പറയും. അപ്പോഴാണ് എൻ്റെ കേരളം എത്ര സുന്ദരമെന്ന് ഭാസ്കരൻ മാഷിൻ്റെ വരികൾ ഞാൻ ഓർത്തുപോയത്. പൃഥ്വിരാജ് ബ്ലസ്സി ടീമിൻ്റെ ആടുജീവിതം ഗംഭീരമായ പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിക്കൊണ്ടാണ് മുന്നേറുന്നത്. 16 വർഷത്തെ ബ്ലസ്സിയുടെയും പൃഥ്വിരാജിൻ്റെയും എന്താ പറയുക പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രശംസകൾ എന്നവർ പറയുന്നു. 2017 ആടുജീവിതത്തിന് വേണ്ടി എന്താ പറയുക ഓഡീഷൻ ടെസ്റ്റ് നടത്തിയത് എന്ന് തെളിവുണ്ട്. 2017 നടന്നത്. അപ്പോൾ 7 വർഷമായി. അതിനെന്തിനാണ് ഈ 16 വർഷമായിട്ട് ആടുജീവിതവുമായിട്ട് പൃഥ്വിരാജും ബ്ലസ്സിയുമൊക്കെ എന്താ പറയുക അതിൽ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് ഒരു തള്ളണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഈ വിജയങ്ങൾ വരുമ്പോൾ തള്ളു കൂടും, അതാണ് പ്രശ്നം. ഇപ്പോൾ തന്നെ എവിടെയൊക്കെയോ ബ്ലസ്സി എന്തൊക്കെയോ തള്ളുന്ന കണ്ടു. അതൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ആ പടം മനോഹരമാണ്. തള്ളണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. 80 കോടി രൂപയാണ് ആടുജീവിതത്തിന് ചിലവായതെന്ന് പറയുന്നു. തിയേറ്ററുകളുടെ എണ്ണ കൂടുതൽ അടക്കം ആദ്യ ആഴ്ചത്തെ കളക്ഷനിൽ തന്നെ റെക്കോർഡ് ഇടാനായി ആടുജീവിതത്തിന് എന്നാണ് എന്നോട് 1-2 വിതരണക്കാർ പറഞ്ഞത്. ആടുജീവിതം മലയാളത്തിലെ മഹത്തായ സിനിമയാണ് എന്ന് 2-3 ആഴ്ച മുമ്പ് മലയാളിയെ പെറുക്കുകളെന്ന് വിളിച്ച ജയമോഹൻ തന്നെ പറയേണ്ടി വന്നു, സർട്ടിഫൈ ചെയ്യേണ്ടി വന്നു. ഞാൻ ഏതൊരു പ്രോഗ്രാമിൽ ജയമോഹനെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു. കാരണം അര അണ്ണാച്ചി എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അര മലയാളവും അര തമിഴുമാണല്ലോ ജയമോഹൻ. ആ ജയമോഹൻ മഞ്ഞുമൽ ബോയ്സിലെ സിനിമ കണ്ടിട്ട് മലയാളികൾ മുഴുവൻ അല്ലെങ്കിൽ മലയാളത്തെ യുവത്വം മുഴുവൻ പെറുക്കുകളാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ശരിക്കും മലയാളികൾ ശരിക്കും മറുപടി കൊടുത്തു. ആ ആൾ തന്നെ അതേ വാഗോട്ട് പറയുന്നു, ആടുജീവിതം മഹത്തായ സിനിമയാണ്. മനുഷ്യ ജീവിതത്തെ ഇത്രയും യഥാർത്ഥമായി അവതരിപ്പിക്കുന്ന സിനിമ എടുക്കാൻ മലയാളത്തിന് മാത്രമേ കഴിയൂ എന്നാണ് ജയമോഹൻ പറയുന്നത്. ലോക സിനിമയിൽ മലയാളത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി ആടുജീവിതം മാറുമെന്നും ഇന്ത്യയിൽ ഇന്ന് ഇത്രയും കലാപരമായ പൂർണ്ണതയോടെ സിനിമ ഒരുക്കാൻ മലയാളത്തിൽ മാത്രമേ കഴിയൂ എന്നും ബംഗാളി സിനിമയ്ക്ക് മുമ്പ് അതിന് സാധിക്കുമായിരുന്നുവെന്നും ജയമോഹൻ പറയുന്നു. ഇപ്പോൾ ഹിന്ദി സിനിമയുടെ സ്വാധീനം ബംഗാളി സിനിമയെ തകർത്തിരിക്കുന്നു. അത് 100% ശരിയാണ് അദ്ദേഹം പറയുന്നത്. ബംഗാളി സിനിമ എന്താ പറയുക സത്യജിത്രയും മൃണാൾ സെന്നൊക്കെ പോയതോടുകൂടി അത് ഏതോ ഒരു വഴിക്ക് പോയി. ഒപ്പം ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഇപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. ഭരണമാറ്റങ്ങളുമൊക്കെ സിനിമയുടെ ചിന്താഗതിയെല്ലാം ഈ ബോളിവുഡ് സിനിമയിലെ ഹിന്ദി സിനിമകളുടെ
പ്രേതങ്ങൾ പോലുള്ള സിനിമകൾ എടുക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു ബംഗാളി സിനിമ. കഥ രസകരമാക്കാൻ സാധാരണ സിനിമാക്കാർ നടത്തുന്ന തന്ത്രങ്ങൾ ഒന്നുമില്ലാതെയാണ് ആടുജീവിതത്തിൻ്റെ മേക്കിംഗ് എന്നും ജയമോഹൻ പറയുന്നു. കാഴ്ചക്കാരൻ അതിൻ്റെ ഓരോ ഘട്ടവും അറിയാതെ അനുഭവിക്കുകയും ഉൾക്കൊള്ളുകയുമാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ള തളരാത്ത ശക്തിയുടെ അനന്ത സാധ്യതകൾ കൂടി ചിത്രം തുറന്നു വയ്ക്കുന്നു. കൃത്രിമമായി ആവേശം സൃഷ്ടിക്കാതെ നിശ്വാസവും നിശബ്ദതയും കൊണ്ട് മാത്രം അത്യുജ്വലമായ ക്ലൈമാക്സ് ഒരുക്കാൻ കഴിഞ്ഞത് ഈ സിനിമയെ മലയാള സിനിമയുടെ മഹത്തായ പാരമ്പര്യത്തിൻ്റെ മികച്ച പിന്തുടർച്ച അവകാശിയാക്കും എന്നും ജയമോഹൻ പറയുന്നു. നല്ല വാക്കുകളാണ് ജയമോഹൻ പറയുന്നത്. ജയമോഹൻ പറഞ്ഞ ആടുജീവിതത്തെക്കുറിച്ചുള്ള ഓരോ സെൻറ്റൻസും ഞാനും അംഗീകരിക്കുന്ന ആളാണ്. വേണമെങ്കിൽ അതിൽ ഒരുപാട് ഗിമ്മിക്സുകൾ കയറ്റാമായിരുന്നു, പക്ഷേ അതൊന്നും ചെയ്തിട്ടില്ല. അതാണ് ആ പടത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. ആടുജീവിതം കണ്ടിരിക്കുമ്പോൾ പതിവ് ക്ലീഷേ സിനിമകളിൽ കാണുന്ന ഒരു രക്ഷകനായിരിക്കുമോ ഈ വരുന്ന ഇബ്രാഹിം ഖാൻ എന്ന കറുത്ത വർഗ്ഗക്കാരനെന്ന് എനിക്ക് തുടക്കത്തിൽ തോന്നി. എല്ലാ സിനിമകളിലും അങ്ങനെ അവസാനം ഒരു രക്ഷകൻ വരുമല്ലോ, അതുപോലുള്ള ഒരാളാണ് ഇബ്രാഹിം എന്ന് എനിക്ക് തോന്നി. 56 വയസ്സുകാരനായ ജിമ്മി ജീൻ ലൂയിസ് എന്ന് പറയുന്ന ഹെയ്ത്തിയൻ നടനും നിർമ്മാതാവുമാണെന്നും ആടുജീവിതത്തിൻ്റെ നിർമ്മാണ പങ്കാളികളിൽ ഒരാളാണ് ജിമ്മി ജീൻ എന്നുള്ളതും പിന്നീടാണ് ഞാൻ അറിയുന്നത്. പെഷൻ വില്ലയിൽ ജനിച്ച് മെച്ചപ്പെട്ട ജീവിതം തേടി പാരീസിലെത്തി ഒടുവിൽ ലോസ് ഏഞ്ചൽസിൽ സ്ഥിരതാമസമാക്കിയ മനുഷ്യനാണ്. അവസാന ശ്വാസം വരെ നജീബിൻ്റെ രക്ഷയ്ക്കായി കൂടെ നിന്ന ഇബ്രാഹിം എന്ന് കരുതുമ്പോഴാണ് അവസാന ലാപ്പിൽ നജീബിനെ എത്തിച്ചിട്ട് ഇബ്രാഹിം മുങ്ങിയതാണ് എന്ന് ഒരു ഫോട്ടോ ബോർഡിലൂടെ ബ്ലസ്സി നമുക്ക് കാണിച്ചു തരുന്നത്. ഇയാൾ എങ്ങോട്ട് പോയി എന്ന് ആലോചിക്കായിരുന്നു. അപ്പോഴാണ് ആ വെരിഫിക്കേഷൻ നിൽക്കുന്നിടത്ത് ചുവരിൽ പിടിക്കപ്പെടേണ്ട കുറേ ആളുകളുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നതിൽ ഇബ്രാഹിമിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നത് നജീബ് നോക്കിയിട്ട് പതുക്കെ വലിയുമ്പോൾ നമുക്ക് പ്രേക്ഷകന് മനസ്സിലാവും എന്തുകൊണ്ടാണ് അയാൾ മുങ്ങിയതെന്ന്. ഫ്രഞ്ച് ടെലിവിഷൻ പരസ്യങ്ങളിലും സ്പാനിഷ് മ്യൂസിക്കൽ തിയേറ്ററുകളിലുമായിരുന്നു ജിമ്മി ജീൻ്റെ തുടക്കം. പിന്നീട് അമേരിക്കൻ ടെലിവിഷനിലും സിനിമകളിലും വലിയ വേഷക്കാരനായി. ഹീറോസ് എന്ന NBC ടെലിവിഷൻ പരമ്പരയിൽ അഭിനയിച്ചു 3 വർഷം. ആടുജീവിതത്തിൽ സഹനിർമ്മാതാവ് കൂടിയാണ് 56-കാരനായ ജീൻ ലൂയിസ്. ആ പടത്തിന് ഒന്ന് ഉയർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നജീബിൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശാൻ ഈ പറയുന്ന ക്യാരക്ടറിന്, ഇബ്രാഹിം എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ബ്ലസ്സി. അതുപോലെ തന്നെ മനോഹരമായി നിർമ്മാതാവ് കൂടിയായ ഈ പറയുന്ന 56-കാരനായ ജീൻ ലൂയിസും മനോഹരമായി ചെയ്ത വേഷമായിരുന്നു അത്. സാധാരണ സിനിമ എടുക്കുന്നവർ, നമ്മളിപ്പോൾ ഒരു കച്ചവട സിനിമയായിട്ട് ആടുജീവിതത്തെ കൺസെപ്റ്റ് നമ്മൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ ക്യാപ്റ്റൻ രാജുവിനെയോ കീരിക്കാടൻ ജോസിനെയോ പോലെ നല്ല തടിമിടുക്കുള്ള ഏതെങ്കിലും ഒരാളെ ആയിരിക്കും ആ വേഷം ഏൽപ്പിക്കാറ് എന്ന് എനിക്ക് തോന്നി. അല്ല, ഇനിയിപ്പോൾ ഒരു അന്യഭാഷ നടന്മാരാരെങ്കിലും വേണമെങ്കിൽ സത്യരാജിനെയോ ജാക്കി ഷറഫിനെയോ ശരത് കുമാറിനെയോ അതുപോലുള്ള ആരെങ്കിലും ആയിരിക്കും നമ്മൾ, സഞ്ജയ് ഖാനയൊക്കെ പോലുള്ള ഇത്തിരി ഹൈറ്റൊക്കെ ഉള്ള ആരോഗ്യമുള്ള ഏതെങ്കിലും ഒരു എന്താ പറയുക, അറിയപ്പെടുന്നൊരു നടനെ ആയിരിക്കും അതിലേക്ക് പോസ്റ്റ് ചെയ്യുക. അവിടെയാണ് കഥാപാത്രങ്ങൾക്കായി ബ്ലസ്സി എന്ന സംവിധായകൻ കാണിച്ച മികവ്, ഈ എന്താ പറയുക, ഈ സിനിമയിൽ കാണിച്ചു തന്ന മിടുക്ക് നമുക്ക് ബോധ്യമാവുന്നത്. നജീബിനോടൊപ്പം ഉമ്മ പറഞ്ഞു വിട്ട ഹക്കീം എന്ന സരസനായ പയ്യൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് 2 പേർക്കും ഭാഷ അറിയില്ല, പക്ഷേ നജീബ് ഈ ഹക്കീമിനാണ് തള്ളിവിടണം. ചോദിക്കുന്നത് അവൻ എന്ത് ചോദിക്കാൻ, പാവം. എനിക്ക് കണ്ടോണ്ടിരുന്നവൻ പാവം തോന്നി അവനെ. നമ്മുടെ സിനിമാ സങ്കല്പത്തിൽ ആ പയ്യൻ വേഷം, ആ ഹക്കീം എന്നുള്ള വേഷം നമ്മുടെ സിനിമകളിലെ ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് നടന് കൊടുക്കുകയാണ് പതിവ് എന്നുള്ളത് കാര്യം ഉറപ്പാണ്. ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുള്ളൂ, അതൊരു നല്ല ചോക്ലേറ്റ് ബോയ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കുള്ളൂ. ഏറ്റവും കുറഞ്ഞത് എന്നാ താൻ കേസുകോട് എന്ന് പറഞ്ഞ സിനിമയിൽ സുരേശനായ അല്ലെങ്കിൽ സുമലതയുടെ കാമുകനായ രജീഷ് മാധവനെയെങ്കിലും നമ്മൾ കാസ്റ്റ് ചെയ്യും. ഹക്കീം എന്ന കഥാപാത്രമായത് ഗോകുൽ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരനായ ഒരു പുതിയ മുഖമായി. ആ പയ്യൻ്റെ അവസാനത്തെ അന്ത്യരംഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കൺട്രോൾ പോയി എന്നുള്ളതാണ് സത്യം. അവൻ കാട്ടിക്കൂട്ടുന്ന പരവേശവും മണൽ വാരി തിന്നുന്നതും രക്തം ഛർദ്ദിക്കുന്നതും ഒക്കെ പോട്ടെന്ന് വയ്ക്കാം, പക്ഷേ അവനെ മണൽ കാറ്റ് വന്ന് മൂടുന്ന ആ സീനൊക്കെ കാണുമ്പോൾ ഒരാൾക്കും അങ്ങനെ സംഭവിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. നിനക്ക് നിഷ്കളങ്കമായൊരു ചിരിയുണ്ട്, ആ ചിരി നീ ഹക്കീമിന് നൽകണം എന്ന സംവിധായകൻ്റെ നിർദ്ദേശം അനുസരിച്ച ഗോകുൽ ഒരു നവാഗതനാണ് എങ്കിൽ പോലും നവാഗതനായ ഗോകുലിന് ബ്ലസ്സി കൊടുത്ത നിർദ്ദേശം ഇതാണ്: നിനക്ക് നല്ല ഇന്നസെൻ്റായ നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ട്, ആ ചിരി നീ ഹക്കീമിന് നൽകണം എന്നാണ് പറഞ്ഞത്. പക്ഷേ
പടം വിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നജീബിനെ ഓർക്കുന്നത് പോലെ തന്നെ നമ്മൾ ഹക്കീമിനെയും ഓർക്കും. കാരണം മനസ്സിലൊരു മായാത്ത വിങ്ങലായി നിൽക്കുന്ന കഥാപാത്രമാണ്. ആ മണ്ണിനടിയിലേക്ക് പുതഞ്ഞു പോകുന്ന കാറ്റത്ത് മണ്ണ് വന്നിങ്ങനെ ഗ്രാജുവലായിട്ട് മൂടി 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 എവിടെ കിടക്കുന്നു പോലും നജീബിന് കാണാൻ പറ്റാത്ത തരത്തിൽ അയാൾ വിസ്മൃതിയിലാവുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി. കാരണം ഒരമ്മ പ്രസവിച്ച് വളർത്തിയ ഒരു കുട്ടിയല്ലേ, ഒരുപാട് പ്രതീക്ഷകളുമായി പോയല്ലേ, അവൻ്റെ ഉപ്പ അവിടെ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ പറഞ്ഞു വിട്ടതല്ലേ. ഭയങ്കര കഷ്ടം തോന്നി അവൻ്റെ അവസാനം. നജീബ് രക്ഷപ്പെടുകയും ഹക്കീം സഹികെട്ട് മണൽ വാരി തിന്ന് രക്തം ഛർദ്ദിച്ച് മരിക്കുക മാത്രമല്ല, മണൽക്കാറ്റിൽ മറഞ്ഞു പോകുന്ന ആ യുവാവ് നോവുന്നൊരു മുഖമാണ്. സിനിമ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ആ മുഖമുണ്ടാവുന്നുള്ള ഒരു ഉറപ്പാണ്. നനച്ചിരിക്കാതെ 2 വഴികളിൽ പെട്ടുപോയ ഹക്കീം 3 വർഷങ്ങൾക്ക് ശേഷം നജീബിനെ കണ്ണുകൂട്ടുന്ന കാഴ്ചയിൽ അവൻ്റെ സന്തോഷം പ്രേക്ഷകൻ്റെ സന്തോഷമായി മാറ്റിയെടുക്കാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞു എന്നുള്ളതും തീർച്ചയായിട്ടും ആ സംവിധായകൻ്റെ മിടുക്ക് തന്നെയാണ്. 2017 ഓഡിഷൻ ടെസ്റ്റിലൂടെ തിരഞ്ഞെടുത്ത ഗോകുൽ നജീബിനോളം തന്നെ ഹക്കീമിനെ എത്തിക്കാൻ വിജയിച്ചു എന്ന് ഞാൻ പറയും. അവനും മോശക്കാരനൊന്നും ആയില്ല. ഇത്രയും എക്സ്പെർട്ടായ പൃഥ്വിരാജ് നജീബാവുമ്പോൾ ഒരു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു പയ്യൻ സമാസമം എത്തത്തക്ക രീതിയിൽ മനോഹരമായി പ്രകടനം നടത്തുന്നു പറഞ്ഞാൽ ആ പയ്യൻ്റെ മിടുക്ക് തന്നെയാണെന്ന് ഞാൻ പറയും. ഒപ്പം സംവിധായകൻ്റെ കഴിവും എന്ന് പറയാം. അടുത്തിടെ ഓടിയ ഒരു സിനിമയിലെ, ഈ അടുത്ത കാലത്ത് വലിയ ഹിറ്റായ ഒരു സിനിമയിലെ നായകനായ പയ്യനോട് അടുത്ത പടത്തിൽ അഭിനയിക്കാൻ ഒരു കഥ മാറ്റി ചെല്ലുമല്ലോ. നമ്മൾ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. ഒരു പടം ഓടിയാൽ പിന്നെ കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് ഒക്കെ ചിന്തിക്കുന്നത് യവനെ വച്ചൊരു സിനിമ ചെയ്യാമെന്നായിരിക്കും. അത് മലയാള സിനിമയുടെ ഒരു ദോഷമാണ്. അപ്പോൾ അങ്ങനെ ഈ അടുത്ത കാലത്ത് വലിയ ഹിറ്റായ ഒരു പടത്തിലെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ഒരു പയ്യൻ ആ പടത്തോടുകൂടി വലിയ സ്റ്റാറായി. അവനെ പോയി കണ്ട് അടുത്ത പടത്തിലേക്ക് അഭിനയിക്കാനായിട്ട് അവൻ്റെ നായകനാവുന്ന 2ാമത്തെ പടം എന്ന് പറയാം. അവൻ ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും മടിക്കാതെ ചോദിച്ചത് 1 കോടി രൂപയാണ് പ്രതിഫലം. ഗോകുൽ എന്ന് പറഞ്ഞ കോഴിക്കോട്ടുകാരനായ മിടുക്കനായ സുമുഖനായ ആ ചെറുപ്പക്കാരൻ അത്തരക്കാരനാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അതുപോലെ തന്നെ ബ്ലസ്സിയുടെ തന്മാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ രമേശിൻ്റെ മകനായിട്ട് ഒരാൾ അഭിനയിച്ചിരുന്നില്ല. അയാൾക്കും ഈ കുഴപ്പം പറ്റി. കാരണം തന്മാത്ര ഓടുന്നത് ഈ ഉത്തരം താങ്ങുന്ന ഗൗളിയെ പോലെ പടം ഓടുമ്പോൾ വിചാരിക്കും ഞാനുള്ളതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അത് ബ്ലസ്സി എന്ന് പറഞ്ഞ തിരക്കഥാകാരൻ്റെ, സംവിധായകൻ്റെ, മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ്റെ അവിസ്മരണീയമായ എന്താ പറയുക, മികവ് കൊണ്ട് ഓടിയ സിനിമയാണെന്നൊന്നും ഓർക്കില്ല. ഞാൻ ആ മകനായിട്ട് അഭിനയിച്ചുകൊണ്ടാണ്, രമേശൻ നായരെ മകനായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടാണ് ഈ പടം ഓടിയെന്ന് വിചാരിച്ചു കാണും. ആ പയ്യനും ഇതുപോലെ തന്നെ തുടക്കത്തിൽ കയറി സിനിമയ്ക്ക് അടുത്ത പടത്തിനൊക്കെ വിളിച്ചപ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത എമൗണ്ട് ചോദിച്ച് ഷെഡിലായി പോയ ഒരു എന്താ പറയുക വിധി നിയോഗം നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ഗോകുൽ അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. ഹക്കീം ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത് ഈ എന്താ പറയുക സ്വപ്നം തേടി പോകുന്ന അറബ് രാജ്യത്തിലേക്ക് പോകാനാണ് അവൻ ഫ്ലൈറ്റിൽ കയറിയത്. ഗോകുൽ പറയുന്നു, ഞാനും ആദ്യമായിട്ടാണ് വിമാനത്തിൽ കയറിയത് ആടുജീവിതത്തിൽ അഭിനയിക്കാനായിട്ട്. ആ രസമൊക്കെ ഭംഗിയാക്കാൻ ഗോകുലിനായി എന്ന് ആ സിനിമ കാണുമ്പോൾ, എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നിടം മുതൽ അവൻ ത്രില്ലടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ആ കാട്ടറബി വന്ന് സംശയത്തോടെ ഇവരെ നോക്കി പോകുമ്പോഴൊക്കെ അവൻ പറയുന്ന ഡയലോഗൊക്കെ കേൾക്കുമ്പോഴേ ഇവൻ്റെ നിൽപ്പൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഹക്കീമും ഗോകുലും ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയതെന്ന് നമുക്ക് തോന്നും. ഗോകുൽ വളരട്ടെ, മലയാള സിനിമയ്ക്കൊരു നല്ല യുവ നായകൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാരണം കുഞ്ചാക്കോ ബോബനൊക്കെ ചെയ്തിരുന്ന, തുടക്കകാലത്ത് ചെയ്തിരുന്ന പോലത്തെ വേഷങ്ങൾ ഒരുപാട് ചെയ്യാൻ കഴിയുന്ന നടനായിരിക്കും ഗോകുൽ. നവീൻ വാസുദേവ് എന്ന് പറഞ്ഞ ആൾ എഴുതുകയാണ്, 18 വർഷം മുമ്പ് തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ ബ്ലസ്സിയോടൊപ്പം ലോറൻസ് ഓഫ് അറേബ്യ എന്ന സിനിമ കണ്ടു. ഡേവിഡ് ലീൻ അഭ്രപാളികളിൽ എഴുതിയ അറേബ്യൻ ചലച്ചിത്ര കാവ്യം. ആൻ്റണി ക്യൂൻ അഭിനയിച്ച എക്കാലത്തെയും ഹോളിവുഡ് ക്ലാസിക്. മണലാരണ്യത്തിൽ അതിമനോഹരമായി പകർത്തിയ ഈ ചലച്ചിത്ര കാവ്യം പോലെ ഒരു സിനിമ പിടിക്കാൻ സാധിക്കുക എന്നത് ഒരു സ്വപ്നമാണ് എന്ന് നവീനോട് അന്ന് ബ്ലസ്സി പറഞ്ഞു എന്നാണ് പറയുന്നത്. അന്ന് ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം ബെന്യാമിൻ എഴുതിയിട്ട് പോലുമില്ല, ചിന്തിച്ചിട്ട് പോലുമില്ല. അക്കാലത്ത് ബ്ലസ്സിക്ക് തോന്നിയ ആഗ്രഹമാണ് ഇതുപോലെ മണൽക്കാടുകളിൽ വെച്ചൊരു മനോഹരമായ സിനിമ മലയാളത്തിലും ഉണ്ടാക്കണം എന്ന് 18 വർഷം മുമ്പ് ബ്ലസ്സി ആലോചിച്ചിരുന്നു എന്നാണ് നവീൻ വാസുദേവ് എഴുതുന്നത്. ഇന്നിതാ ബ്ലസ്സി എന്ന സംവിധായകൻ മണലാരണ്യങ്ങളുടെ ഫ്രെയിമുകളിൽ മനോഹരമായൊരു കാവ്യം തന്നെ രചിച്ചു എന്ന് പറയാം. എന്തായാലും ഡേവിഡ് ലീൻ്റെ സിനിമയായിട്ടൊന്നും നമ്മൾ കമ്പയർ ചെയ്യേണ്ട, ആൻ്റണി ക്യൂൻ്റെ അഭിനയവുമായിട്ട് പൃഥ്വിരാജിനെയും കമ്പയർ ചെയ്യേണ്ട. പക്ഷേ
ലോറൻസ് ഓഫ് അമേരിക്ക ലോറൻസ് ഓഫ് അറേബ്യ എന്ന് പറഞ്ഞ സിനിമയോളം തന്നെ ഞാൻ പറയും ഈ സിനിമയും എക്കാലവും ഓർക്കുന്ന ഒരു മലയാള സിനിമ തന്നെയായിരിക്കും. ഒരു കാട്ടറബിയുടെ പീഡനമേറ്റ് 3 വർഷക്കാലം യാതന അനുഭവിച്ച നജീബ്, അയാളെ പുറം ലോകത്ത് എത്തിച്ചതും ഒരു അറബിയാണ് എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ഇട്ട് ഓർക്കണം. ടാർട്ടർ റോഡ് കണ്ട് കയ്യിലിരുന്ന ഒഴിഞ്ഞ കുപ്പി ടാറിൽ കരകര ശബ്ദത്തോടെ ഉരുണ്ട് നിൽക്കുമ്പോഴാണ് സത്യത്തിൽ ശ്വാസമൊന്ന് നേരെയായത് എനിക്ക് എന്ന് ഞാൻ പറയും. കാരണം ഇവർ നടന്ന് ഒരിക്കലും തീരുന്നില്ല. കാരണം എവിടെ ക്യാമറ എന്താ പറയുക മൊത്തം കറങ്ങുമ്പോഴും മണലേ ഉള്ളൂ. അയ്യോ ഇവർ ഇത് എവിടെ പോയി എത്തും എന്നുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാതെ തോന്നും. ഈ 3 പേര് എവിടെ പോയി എത്തും, അത് കഴിയുമ്പോൾ ഈ 2 പേരെന്താവും എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തും. കാരണം എല്ലായിടും ഒരുപോലെ ഇരിക്കുന്ന മണൽക്കാടിലൂടെയല്ലേ അവർ നടക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് തളർന്ന് പരവശനായി വീണ് കയ്യിലിരുന്ന കുപ്പി ഉരുണ്ട് പോകുമ്പോൾ അത് കരകരകരന്നൊരു ടാർട്ടർ റോഡിൽ പോയി ഇങ്ങനെ ഓടി നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു ആശ്വാസം തോന്നും. ഒന്നുമില്ലെങ്കിലും റോഡില്ല, കാറുകളില്ല, വാഹനങ്ങളില്ല, ആളുകളില്ല എങ്കിൽ പോലും റോഡെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്ന് പ്രേക്ഷകന് തോന്നും. കൈകാട്ടിയ വണ്ടികൾ ഓരോന്നും നിർത്താതെ പോയപ്പോൾ ഇത് സിനിമയാണെന്ന് മറന്ന് ഞാൻ സത്യസന്ധമായി പറയുകയാണ്. ഈ നജീബ് മുന്നിലൂടെ വരുന്ന ട്രക്കായാലും കാറായാലും അതിനൊക്കെ കൈ കാണിക്കുമ്പോൾ അവരൊന്നും നിർത്താതെ പോകുന്ന കാണുമ്പോൾ സത്യത്തിൽ ഇവനൊക്കെ എന്ത് മനുഷ്യരാടാ എന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. ഒന്ന് നിർത്തി കയറ്റിക്കൊണ്ട് പോടാ അയാളെ എന്നെനിക്ക് അറിയാതെ തോന്നിപ്പോൾ ഇത് സിനിമയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി പലപ്പോഴും. നല്ലവനായൊരു അറബി വില കൂടിയ തൻ്റെ കാർ നിർത്തി പുറകിൽ കയറിക്കൊള്ളാൻ പറഞ്ഞ് നജീബ് കയറുമ്പോൾ സത്യമായിട്ട് എൻ്റെ ദേഹം കുളിർത്തതുപോലെ AC-യിൽ ഞാനിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം തണുക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം 3 വർഷക്കാലം ചുടുമണ്ണിൽ കിടന്നുറങ്ങിയ, വെള്ളം കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം പോലും കിട്ടാതെ പോയ ഹതഭാഗ്യനായ നജീബ് AC കാറിലേക്ക് ചുരുണ്ടുകൂടി ആ ബാക്ക് സീറ്റിൽ ചാരിയിരിക്കുന്ന കാണുമ്പോൾ എൻ്റെ ദേഹം തണുക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ ലോകം ഇത്തരം അറബിമാർ ഉള്ളതിനാലാണ് നിലനിൽക്കുന്നത് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ആ അറബിക്ക് എത്ര വിശാലമായ മനസ്സെന്ന് ആലോചിച്ച് നോക്കിയേ. അയാൾ ഈ വില കൂടിയ കാറിൽ അയാൾ വരുമ്പോൾ അയാൾ നിർത്തി കയറ്റിയില്ലേ അയാളെ. ചിരിച്ചുകൊണ്ട് അയാൾ കുടിക്കാൻ നീട്ടിയ കുപ്പി വാങ്ങി നജീബ് മുഴുവനും കുടിച്ച് സീറ്റിലേക്ക് ചായുമ്പോൾ ആ മനുഷ്യ സ്നേഹിക്ക് പൊന്നു തമ്പുരാൻ പുണ്യം നൽകട്ടെ എന്നറിയാതെ പ്രാർത്ഥിച്ചു പോയ മനസ്സായിരുന്നു എൻ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ തള്ളുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചു, ഇയാളെപ്പോലുള്ളവരെ വേണം ദൈവം അല്ലെങ്കിൽ പൊന്നു തമ്പുരാൻ എപ്പോഴും രക്ഷിക്കേണ്ടത്, കടാക്ഷിക്കേണ്ടത് എന്നെനിക്ക് തോന്നി. അപ്പോഴും ഞാൻ ഹക്കീമിനെയും ഇബ്രാഹിമിനെയും കൂടി അയാൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് ആശിച്ചു. ഇവിടെ ഞാൻ മറ്റൊരാളെ ഓർത്തു. കുഞ്ഞിക്ക എന്ന് പരിചിതരൊക്കെ വിളിച്ച കുഞ്ഞു മുഹമ്മദ് എന്ന യഥാർത്ഥ മുസൽമാനെ ഏതോ ചാനൽ റിപ്പോർട്ടറാണെന്ന് തോന്നുന്നു. റിപ്പോർട്ടറിലെ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞിക്കയുടെ വീട്ടിൽ ചെന്നിട്ട് മൈക്ക് നീട്ടിയിട്ട് ചോദിക്കുന്നു, നിങ്ങളുടെ മലബാർ റെസ്റ്റോറൻറ്റിൽ നജീബിനെ കണ്ടതും ഭക്ഷണം കൊടുത്തതും മുടിവെട്ടി കുളിപ്പിച്ചതുമൊക്കെ എങ്ങനെയായിരുന്നു ഒന്ന് പറയാമോ എന്ന് തിരക്കുമ്പോൾ ആ മനുഷ്യൻ നിസ്സംഗനായി മറുപടി പറയുന്നത് ഞാൻ TV-യിൽ കണ്ടു. അദ്ദേഹം പറയുന്നത് അതൊക്കെ ദൈവത്തിൻ്റെ നിശ്ചയം. ആ ഒറ്റ കാര്യത്തിൽ കുഞ്ഞുക്ക് ഉറച്ചു നിന്നു എന്നുള്ളതാണ്. അത് ഞാനൊരു നിമിത്തമായതാണ്. അതൊക്കെ ദൈവനിശ്ചയമായിരിക്കാം. ഇങ്ങനെ നജീബ് എന്ന് പറഞ്ഞ ഒരു എഴുത്തൻ 3 വർഷക്കാലം പുറം ലോകം കാണാതെ ജയിലിൽ പോലും ഇങ്ങനെ ക്രൂരതയില്ല. അങ്ങനെ കിടന്ന മണലാരണ്യത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ അവനെ കുളിപ്പിക്കാനും അവൻ്റെ മുടി വെട്ടിക്കളയാനും അവന് പുതിയ ഡ്രസ്സ് കൊടുക്കാനും ആഹാരം കൊടുക്കാനും ഒക്കെയുള്ള നിയോഗം എനിക്ക് ദൈവം തന്നതായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹിക്കുന്നവരും ദ്രോഹിക്കുന്നവരും എല്ലാ മതത്തിലും ഉണ്ടെന്ന് കാട്ടിത്തന്ന ചിത്രമാണ് ആടുജീവിതം എന്ന് ഞാൻ പറയും. നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്, എവിടെയുണ്ടല്ലോ, നമ്മളെ നാട്ടിലില്ലേ, ഉണ്ടല്ലോ. അപ്പോൾ സ്നേഹിക്കുന്നവരും ദ്രോഹിക്കുന്നവരും എല്ലാ മതത്തിലും, അത് ഇന്ന മതത്തിലുണ്ട് ഇന്ന മതത്തിലില്ല എന്ന് നമ്മൾ പറയേണ്ട എന്ന് നമുക്ക് കാട്ടിത്തരുന്ന സിനിമയായിരുന്നു ആടുജീവിതം. ഇവിടെ ദ റോഡ് ടു മെക്ക എന്ന് പറയുന്ന മുഹമ്മദ് അസദിൻ്റെ പുസ്തകം കോപ്പി അടിച്ചതാണ് ആടുജീവിതം എന്നൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. ദ റോഡ് ടു മെക്ക. സഞ്ചാരിയും ഗ്രന്ഥകാരനും പാകിസ്ഥാൻ മുൻ UN അംബാസഡറുമായ മുഹമ്മദ് അസദിൻ്റെ മക്കയിലേക്കുള്ള പാത ദ റോഡ് ടു മക്ക എന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ കോപ്പിടിയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം എന്നതാണ് ഒരു പുതിയ വിവാദം. നമുക്ക് ഈ ഒന്ന് ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകാൻ മലയാളിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അതുകൊണ്ടാണോ ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പോലും മരുഭൂമി കാണാത്ത ബെന്യാമിന് ഇത്രയും ഹൃദയസ്പർശിയായി മരുഭൂമിയിലെ യാതനകൾ വർണ്ണിക്കാനായത് തന്നിലൊരു പരകായ പ്രവേശം നടന്നതുകൊണ്ടാണ് എന്ന് ബെന്യാമിൻ തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നു.
ആടുജീവിതത്തിന് വായനക്കാർ ഏറിയത് അതിൻ്റെ സാഹിത്യ മൂല്യം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഒന്നും ചിന്തയിൽ വരാത്ത യാതനകൾ വിവരിച്ചത് കൊണ്ടാണ് എന്നാണ് ചിലർ കമൻ്റ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ അനുഭവിച്ച പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിനാലാകണം ആടുജീവിതം വിജയം വരിച്ചതെന്നാണ് കാഴ്ചപ്പാട്. പരകായ പ്രവേശം നടന്നത് റോഡ് ടു മെക്കയിൽ നിന്നും ആടുജീവിതത്തിലേക്കാണെന്നാണ് ഇപ്പോൾ പറയുന്ന വിശദീകരണം. കേരള സാഹിത്യ അക്കാദമി അവാർഡടക്കം നിരവധി അവാർഡുകൾ ആടുജീവിതം നേടിയെടുത്തല്ലോ. അപ്പോൾ ആടുജീവിതം കോപ്പിയടിയാണ് എന്ന് ഷംസ് ബാലുശ്ശേരി എന്ന് പറഞ്ഞ ആളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ആ വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല എന്നും ഷംസ് ബാലുശ്ശേരി പറയുന്നു. ഇയാൾ റോഡ് ടു മക്ക എന്ന് പറഞ്ഞ പുസ്തകമാണ് കോപ്പി അടിച്ചതെന്ന് ഞാൻ തെളിവ് സഹിതം കൊടുത്തിട്ടും ഒരു മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങൾ അത് ഒളിച്ചു വച്ചു എന്നാണ് പറയുന്നത്. ആടുജീവിതത്തിലെ 178, 179 പേജുകളിലെ രംഗങ്ങൾ ദ റോഡ് ടു മക്കയിലെ പേജ് നമ്പർ 13, 30, 163 പേജുകൾ പദാനുപത കോപ്പിയാണ് എന്ന് തെളിയിക്കുന്നു ഷംസ് ബാലുശ്ശേരി. കോപ്പിയടി ഇപ്പോൾ പഴയതുപോലെ അല്ല. അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പറയും. കാരണം പെട്ടെന്ന് പിടിക്കപ്പെടും. ഏതെങ്കിലും സുഹൃത്തുക്കൾ എത്തിച്ചു കൊടുത്ത പുസ്തകങ്ങൾ ചുരണ്ടിയാൽ ആ വിവരം വർഷങ്ങൾ കഴിഞ്ഞാലും പുറത്തു വരണമെന്നില്ലായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ എനിക്കൊരു സുഹൃത്തുണ്ട്, കാനഡയിലെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഇറ്റലിയിലെന്ന് വെച്ചോളൂ. അയാൾ അവിടെ നിന്നൊരു മനോഹരമായ പുസ്തകം വെച്ചിട്ട് ഈ പുസ്തകത്തിൽ മലയാളവത്കരിക്കാവുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുരണ്ടിയ ഇവിടെ വമ്പന്മാർ, വലിയ വലിയ തലവന്മാർ എന്താ പറയുക മലയാള സിനിമയിൽ അങ്ങനെ ചുരണ്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഈ പുസ്തകമൊന്നും നമുക്കിവിടെ കിട്ടില്ല സമയത്തിന്. അതുകൊണ്ട് തന്നെ ചുരണ്ടിയാൽ 10-25 വർഷം കഴിഞ്ഞ് പിന്നെ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. അങ്ങനെ ചുരണ്ടിയ ഒരുപാട് പുസ്തകങ്ങളുടെ കഥ നമുക്ക് പറയാൻ പറ്റും സിനിമയായത്. പക്ഷേ ഇന്ന് അതല്ലല്ലോ അവസ്ഥ. ലോകം തന്നെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന കാലമല്ലേ. എന്തും ഏതും അന്വേഷിച്ചാൽ കണ്ടെത്താനാകും എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ ഫോണിലൂടെ കിട്ടുമല്ലോ. ഷംസ് പറഞ്ഞതുപോലെ ദ റോഡ് ടു മക്കയിൽ നിന്നാണ് ബെന്യാമിൻ ആടുജീവിതത്തിൻ്റെ പശ്ചാത്തലം കണ്ടെത്തിയതെന്ന് വന്നാലും ഈ രചനയിൽ കേരളത്തിൽ നിന്നും ഭാഗ്യം തേടിപ്പോയ ഷുക്കൂറിൻ്റെ ജീവിതത്തെ കൂടി വിദഗ്ധമായി സന്നിവേശിപ്പിക്കാനായതാണ് ആടുജീവിതത്തിൻ്റെ വിജയമെന്നുള്ള കാര്യം മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയും. നമ്മളിപ്പോൾ നജീബ് എന്ന് വിളിക്കുന്നത് ഷുക്കൂർ എന്ന് പറഞ്ഞ ആളിനാണല്ലോ. അപ്പോൾ ഷുക്കൂറിൻ്റെ പേര് തന്നെ നഷ്ടപ്പെട്ടു, നജീബ് എന്നായിപ്പോയി. യഥാർത്ഥ പേര് ഷുക്കൂർ എന്നാണ്. യഥാർത്ഥ പേര് ഷുക്കൂറായിട്ട് നജീബായി ശിഷ്ടകാലം ജീവിക്കേണ്ടി വരുന്നത് ബെന്യാമിൻ്റെ എഴുത്തിലെ അസാമാന്യമായ സന്നിവേശിപ്പിക്കലല്ലേ, അത് മറക്കാനാവില്ലല്ലോ എന്നാണ് എനിക്ക് ഷംസിനോട് പറയാനുള്ളത്. ആടുജീവിതത്തെ പോലെ ബെസ്റ്റ് സെല്ലറായ മറ്റൊരു പുസ്തകം ബെന്യാമിന് പിന്നെയും എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബെന്യാമിൻ ഇപ്പോൾ ഈ എന്താ പറയുക കാളപെടുക്കും പോലെ അല്ലെങ്കിൽ ആടുപെടുക്കും പോലെ എന്ന് പറയും പോലെ തുടരെ ബെന്യാമിൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. പുസ്തകങ്ങളാണെങ്കിൽ ബെന്യാമിൻ എന്ന് എഴുതുന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് പുസ്തകങ്ങൾ വിറ്റുപോകുന്നു. പക്ഷേ ആടുജീവിതം തന്ന വായന അനുഭവങ്ങൾ ബെന്യാമിൻ പിന്നീട് എഴുതിയ ഒരു പുസ്തകത്തിനും കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ഇനി എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആടുജീവിതം എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യും ആ പുസ്തകം. ആ ഒരു മികവ് ബെന്യാമിൻ്റെ പിന്നെയുള്ള എഴുത്തിൽ വന്നില്ല. കാരണം നമ്മളെ ജാസി ഗിഫ്റ്റിൻ്റെ ലജ്ജാവതി എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിൽ ജാസി ഗിഫ്റ്റ് നിൽക്കുന്നത് പോലെ ബെന്യാമിൻ ആടുജീവിതത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. പെരുമ്പടവത്തിൻ്റെ സങ്കീർത്തനം പോലേക്കും ഈ അപകടം പറ്റിയിട്ടുണ്ട്. സങ്കീർത്തനം പോലെ എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ വലിയ ബെസ്റ്റ് സെല്ലറായിരുന്നു. വലിയ വിജയമായ സങ്കീർത്തനം പോലേക്ക് ശേഷം പെരുമ്പടവൻ ശ്രീധര സാറിന് മാന്യമായ ഒരു 4 വരി പിന്നെ ഒന്നും എഴുതാൻ പറ്റിയില്ല. അതാണ് പ്രശ്നം. സങ്കീർത്തനം പോലെയിൽ എന്താ പറയുക അവസാനിപ്പിക്കേണ്ടി വന്നു എഴുത്ത് എന്ന് പറയാം. കാരണം അത്രയും മനോഹരമായ എഴുത്തായിരുന്നു ആ പുസ്തകത്തിൻ്റേത്. ഇത്രയൊക്കെ ആടുജീവിതം എന്ന എഴുത്തിനെ പറ്റി പറയാൻ കഴിയുന്നുള്ളൂ. റോഡ് ടു മക്കയ്ക്ക് ബെന്യാമിൻ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ബെന്യാമിൻ ഒന്നിൽ നിഷേധിക്കണം, ഇല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് എന്ന് പറയേണ്ട മര്യാദ ഉണ്ടായിരുന്നു. പക്ഷേ ബെന്യാമിൻ അതിനെ പുല്ലുപോലെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അടുത്തിടെ പൃഥ്വിരാജിനെ ബിലോ ആവറേജ് എന്ന് വിശേഷിപ്പിച്ചത് ഞാനൊരു എപ്പിസോഡ് ചെയ്തിരുന്നല്ലോ. നമ്മുടെ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണനാണ് അങ്ങനെ വിളിച്ചത്, ബിലോ ആവറേജ് നടനെന്ന്. ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിയുടെ ഡെഡിക്കേഷൻ അപാരം എന്ന് ഞാൻ പറയും. അങ്ങനെ ആരും ഡെഡിക്കേറ്റഡ് ആകരുതെന്നും ഞാൻ പറയും. കാരണം അതിൽ എന്താ പറയുക ആടുജീവിതത്തിന് വേണ്ടി അയാൾ അനുഭവിച്ചിരിക്കുന്ന ത്യാഗമെന്നേ ഞാൻ പറയുള്ളൂ. എത്ര മനോഹരമായി അയാളെയാണ് എന്താ പറയുക ബിലോ ആവറേജ് നടൻ എന്നൊക്കെ സംഗീത വിളിച്ചത്. ആടുജീവിതത്തിൻ്റെ ലൊക്കേഷനിൽ ഇടവേളകളിൽ പൃഥ്വിരാജും ക്രൂവും ക്രിക്കറ്റ് കളിക്കുന്ന വിഷ്വലുകൾ കണ്ടപ്പോൾ, ഇപ്പോൾ അതെല്ലാം വരുന്നുണ്ടല്ലോ പുറത്തേക്ക്, അത് കണ്ടപ്പോൾ ഇവർ ഇത്രയും സന്തോഷം അനുഭവിച്ചാണ്
മണലാരണ്യത്തിൽ ചിത്രീകരിച്ചത് എന്ന് വിശ്വസിക്കാൻ എൻ്റെ മനസ്സ് മടിച്ചു. ഈ മെലിഞ്ഞ പൃഥ്വിരാജും ഷൂട്ടിംഗ് ക്രൂവുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നു. എനിക്ക് തോന്നുന്നു അവിടെ AR റഹ്മാൻ നിന്ന് ക്രിക്കറ്റ് കളി കാണുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ഈ ഇത്ര ലാഘവത്തോടാണ് അവർ ഇത് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നി. കാരണം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് തോന്നില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ചിത്രീകരിച്ചിട്ട് അവിടുന്ന് മുങ്ങണേ എന്ന് ബ്ലസ്സിയും പൃഥ്വിരാജും ഒക്കെ ആഗ്രഹിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും എന്താ പറയുക, ആ വിഷ്വലുകൾ കണ്ടപ്പോൾ സിനിമയിലുള്ള അത്രയും ക്രൂരതയില്ലാതെ തന്നെയാണ് ചിത്രീകരിച്ചതെന്ന് മനസ്സിലായി. പൃഥ്വിരാജിന് ലഭിക്കുന്ന അഭിനന്ദന പ്രഭാവങ്ങളെക്കുറിച്ച് അയാളുടെ അമ്മ മല്ലിക ചേച്ചി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. തീർച്ചയായും സ്വന്തം ശരീരത്തെ ഒരു കഥാപാത്രത്തിനായി നശിപ്പിച്ച് ആത്മാർത്ഥത കാട്ടിയ പൃഥ്വി ആ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷേ ആ അഭിനന്ദനങ്ങൾ എന്താ പറയുക, നൈമിഷികമാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പൃഥ്വിയെ നോവിക്കാനും ആക്കാനും ഇവിടെ ഒരു പറ്റം ഉണ്ടെന്ന കാര്യം എപ്പോഴും ഓർക്കണം. എൻ്റെ അമ്മയെ എന്തുവാ നിങ്ങളുടെ മോൻ കാണിച്ചു വച്ചിരിക്കുന്നതെന്നാണെന്ന് മല്ലിക ചേച്ചിയോട് ആരൊക്കെ ചോദിച്ചത്. എന്ത് അഭിനയമാണ്, ഇനി ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇന്ത്യയിൽ ഒരു നടനും കിട്ടില്ല എന്നൊക്കെയാണ് അത്രേ വരുന്ന മെസ്സേജുകൾ. ആ മെസ്സേജുകളൊന്നും മല്ലിക ചേച്ചി വിശ്വസിക്കരുതെന്ന് ഞാൻ പറയും. കാരണം ഒന്നാമത്തെ കാര്യം എന്താ അറിയാം, ഒരു നജീബ് ഒരിക്കലേ ഉണ്ടാവുമെന്നേ, അതിൽ റീടേക്ക് ഇല്ലല്ലോ. ഇനി വരുന്ന നജീബായിരിക്കില്ല, വേറൊരു ക്യാരക്ടറായിരിക്കില്ലേ. അപ്പോൾ അങ്ങനെ അറിയാത്തവരാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത്, സുഖിപ്പിക്കുന്നത് എന്നുള്ളത് മല്ലിക ചേച്ചിയാണ് ഓർക്കേണ്ടതെന്ന് ഞാൻ പറയും. അല്ലാതെ അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവരോട് പറയണം, അത് ബ്ലസ്സി എന്ന് പറഞ്ഞ സംവിധായകൻ അങ്ങനെ ഒരു ക്യാരക്ടർ കൊടുത്തോണ്ടല്ലേ, എപ്പോഴും അങ്ങനത്തെ ക്യാരക്ടർ കിട്ടണമെന്നില്ലല്ലോ എന്ന് വേണം ചേച്ചി പറയാനെന്ന് ഞാൻ പറയും. ബ്ലസ്സി പോലും ഒരിക്കൽ കൂടി ആടുജീവിതം മറ്റൊരാളെ വെച്ച് ചിത്രീകരിക്കാമെന്ന് കരുതില്ല, ഉറപ്പായിട്ടും. സിനിമയ്ക്കുള്ളതെല്ലാം അങ്ങനെയാണല്ലോ. വെള്ളിയാഴ്ച റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഷോയോട് കൂടി ആ സിനിമയുടെ ജാതകം കുറിക്കുകയല്ലേ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കടൽപ്പാലം എന്ന് പറഞ്ഞ സിനിമയിൽ സത്യമാഷി ചെയ്ത നാരായണ കൈമൾ എന്ന് പറഞ്ഞ ജസ്റ്റിസ്, കാഴ്ചയില്ലാത്ത നാരായണ കൈമൾ, കാഴ്ച വന്ന ശേഷവും കാഴ്ചയില്ലാതെ ജീവിതത്തിൽ അഭിനയിക്കുന്ന നാരായണ കൈമൾ. അതുപോലെ തന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ പൊട്ടം വേലായുധൻ നസീർ സാർ ചെയ്ത വേഷമാണ്. ഓളവും തീരത്തിലെ ബാപ്പൂട്ടി, ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തുചേകവർ, കമലദളത്തിലെ എന്താ പറയുക കലാമണ്ഡലത്തിൽ നിന്നും പുറത്തായി പോയ നന്ദഗോപൻ എന്ന് പറഞ്ഞ നർത്തകൻ. ഇതുപോലെ ശക്തമായ വേഷങ്ങൾ ഒരുപാട് പേര് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതുപോലൊരു വേഷമാണ് നജീബ് എന്ന് വിചാരിച്ച പ്രശ്നം തീരും. നജീബ് മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ വേഷമൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. അപ്പോൾ ആരാധകരെന്ന് പറഞ്ഞ പൊട്ടന്മാർ ഇതുപോലെ ആയിരക്കണക്കിന് മെസ്സേജ് അയക്കും. അത് പൃഥ്വിരാജോ മല്ലിക ചേച്ചിയോ ഒന്നും അത് കണ്ട് വിശ്വസിക്കേണ്ട. കാരണം ഇവൻ നാളെ വേറൊരു ക്യാരക്ടർ വരുമ്പോൾ ആ നടൻ്റെ പുറകെ പോകും. അപ്പോൾ ഇത് തീരും. അതാണ് പ്രശ്നം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറം തള്ളിമറിക്കുന്നത് അഭിനന്ദനീയമായ കാര്യമല്ല എന്ന് ഞാൻ പറയും. ജോലിയും കൂലിയും ഇല്ലാതെ ദാരിദ്ര്യത്തിൽ ജീവിതം തളയ്ക്കപ്പെട്ട വിശ്വൻ എന്ന് പറഞ്ഞ സ്വയംവരത്തിലെ കഥാപാത്രത്തിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അതിപ്പോൾ ഒരു ജോലിയില്ല, ഒരു കൂലിയില്ല. പക്ഷേ വിശ്വൻ എന്ന് പറഞ്ഞ ദരിദ്രവാസിയായ മനുഷ്യൻ്റെ, ഹതഭാഗ്യനായ മനുഷ്യൻ്റെ വേഷം മധുസാറാണ് സ്വയംവരത്തിൽ അഭിനയിച്ച നാടാണ് ഇല്ലേ. യുവത്വം വിട്ടുമാറാത്ത പൃഥ്വിരാജ് 10-30 കിലോ ശരീരം കുറച്ച് ആടുജീവിതത്തിലെ നജീബായി എന്നുള്ളത് തീർച്ചയായിട്ടും. മധുസാറിനോട് ചിലപ്പോൾ അടൂർ കുറച്ച് വണ്ണം കുറയ്ക്കണം മധു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സാറ് ചെയ്യാൻ സാധ്യതയില്ല. സാറ് പറഞ്ഞാൽ അത് വേണ്ട, നിങ്ങൾ വണ്ണം കുറഞ്ഞ ആരെങ്കിലും വെച്ച് ചെയ്തോ എന്ന് പറയും. പക്ഷേ പൃഥ്വി അതല്ല, സ്വന്തം ശരീരത്തെ, ഈ യുവത്വമുള്ള ശരീരത്തെ 10-30 കിലോ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അയാൾ, എനിക്ക് കഷ്ടം തോന്നി അതിൻ്റെ ചില സീനുകൾ കാണുമ്പോൾ. ഇനി ഒരിക്കലും പൃഥ്വി എന്നല്ല മറ്റൊരു അഭിനേതാവും ഈ ക്രൂരത സ്വന്തം ശരീരത്തോട് കാണിക്കരുത് എന്ന് ഞാൻ പറയും. എനിക്കങ്ങനെയാണ് പറയാനുള്ളത്. കാരണം കഥാപാത്രമൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരുപാട് നടന്മാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. മെലിഞ്ഞും കറുത്തും ഒക്കെ, കൂനനായിട്ടും കുള്ളനായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്വന്തം ശരീരത്തിൽ നിന്ന് 10-30 കിലോയൊക്കെ ഭാരം കുറച്ചൊരു ക്യാരക്ടറാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ് ശരീരത്തിന് വരുത്തി വയ്ക്കുന്നത് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. നജീബ് രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രം ഉപേക്ഷിച്ച് മേല് കഴുകാനായി നടക്കുന്ന ആ ഷോട്ടിൽ പൃഥ്വിയെപ്പോലെ ശരീരം സൂക്ഷിക്കുന്ന ഒരു നടൻ കഥാപാത്രത്തിനായി തൻ്റെ ശരീരം മെലിയിച്ച കാഴ്ച 100% സത്യസന്ധമായി പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു. അയാൾ ഇട്ടിരുന്ന ആ വേഷങ്ങൾ ഊരി അവിടെ ഇട്ടിട്ട് ഇങ്ങനെ വേച്ച് നടന്ന് ആ പൈപ്പിൻ്റെ മുന്നിൽ, പൈപ്പല്ല വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ താഴേക്ക് നടന്നു പോകുന്ന, ന്യൂഡായിട്ട് നടന്നു പോകുന്ന ആ ഇത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അയാളുടെ മെലിഞ്ഞ ചന്തിയൊക്കെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ ആ വാരി എല്ലുകൾ ഓരോന്നും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി. അയ്യോ, എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്ക് തോന്നി. ഇവിടെയാണ് നോവലിൽ തൻ്റെ ലൈംഗിക ത്വര ശമിപ്പിക്കാൻ ആടുമായുള്ള സംഭോഗത്തെപ്പറ്റി ഉയർന്ന ചോദ്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ.
അയാൾ ജീവിച്ച ജീവിത പശ്ചാത്തലം എങ്ങനെയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് സിനിമയായി ചിത്രീകരിച്ചപ്പോൾ നമ്മൾ കണ്ടു. എഴുത്തുകാരന് അയാളുടെ എന്താ പറയുക ഭാവനയുടെ ലോകത്ത് എന്തും എഴുതി വയ്ക്കാം, പക്ഷേ യാഥാർത്ഥ്യവുമായി അതിന് പൊരുത്തം വരണമെന്നില്ല. ഷുക്കൂറിൻ്റെ വീട്ടിൽ ഈ നമ്മളെ ആടുജീവിതത്തിലെ നായകനായ ഷുക്കൂറിൻ്റെ വീട്ടിൽ ചോദ്യം ചോദിക്കാനായിട്ട് ഒരു പെണ്ണൊരു കോലും പിടിച്ച് ചെന്നു മൈക്കുമായിട്ട് ചെന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ഷുക്കൂറിൻ്റെ മോളാവാനുള്ള പ്രായം പോലും ആ പെണ്ണിനില്ല എന്ന് തോന്നുന്നു. ആ പെണ്ണ് എന്താ പറയുക ഈ അഭിമുഖത്തിനിടയിൽ തീരാത്ത യാതനകൾ മുഴുവൻ അനുഭവിച്ച് രക്ഷപ്പെട്ടു വന്ന ഷുക്കൂറിനോട് ആടുമായുള്ള ലൈംഗിക വീഴ്ചയെ പറ്റിയാണ് തിരക്കുന്നത്. ആലോചിച്ച് ആ പെണ്ണിന് എത്ര വിവരക്കേടുള്ള പെണ്ണെന്ന് ആലോചിച്ച് നോക്കി. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി പുല്ലേ എന്നാണ് പറയണ്ടേ, ഞാനാണെങ്കിൽ പറഞ്ഞത് ഇറങ്ങി പുല്ലേ വെളിയിൽ എന്ന് പറഞ്ഞതന്നെ. പക്ഷേ ഷുക്കൂർ ഒന്നും മിണ്ടിയില്ല. അയാൾ നിസ്സംഗനായ മൈക്കൂരുക അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാതെ സ്വന്തക്കാരെയൊക്കെ മറന്ന് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരുത്തൻ മൂത്രമൊഴിക്കാൻ പോലും വെള്ളം കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിൽ, ഞാൻ അതാണ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അതെങ്കിലും ആലോചിക്കണ്ടേ. കുറച്ച് വെള്ളം കൂടുതൽ കുടിച്ചാലല്ലേ മൂത്രം ഒഴിക്കാൻ പറ്റും. ഇവിടെ വേർപോലും ഇല്ല അയാളുടെ ദേഹത്ത്, എല്ലാം വറ്റി വരണ്ടു. അങ്ങനെയുള്ള ഒരാൾ ലൈംഗിക ചിന്ത ഉണരും എന്ന് ചിന്തിക്കുന്നവരോട് നമുക്ക് എന്ത് ഉത്തരം പറയാൻ പറ്റും? എഴുത്തുകാരൻ്റെ ഭാവനയിൽ നജീബ് അങ്ങനെ ചെയ്താൽ പോലും ഷുക്കൂറിന് ആ ചോദ്യം ചോദിച്ചത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് തോന്നി. അയാളുടെ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ജീവിതത്തിൽ അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നൊരു മനുഷ്യനല്ലേ, അയാളുടെ ഇത്തരം വരണ്ട ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു. മകളുടെ കല്യാണം കൂട്ടിയിട്ട് നിനക്ക് ബിരിയാണിയുമായി വരാമെന്ന് പറഞ്ഞ് കാട്ടറബി പോയ നേരം തനിക്ക് രക്ഷപ്പെടാനാകുമെന്ന മോഹത്തിൽ പെട്ട് പോകും മുമ്പ് 3 വർഷം താൻ പോറ്റി വളർത്തിയ ഒട്ടകങ്ങൾക്കും ആടുകൾക്കും വയറ് നിറയെ ഭക്ഷണം നൽകുന്ന നജീബിനെ കണ്ടപ്പോൾ അവൻ എത്ര സാധുവാണെന്ന് നമുക്ക് തോന്നും. യാത്ര പറയുന്നതിന് മുമ്പ് 3 വർഷക്കാലം അയാൾ കൊണ്ടു നടന്ന ആടുകൾക്കും ഒട്ടകത്തിനുമൊക്കെ ആ പുല്ലൊക്കെ വാരിയിട്ട് കൊടുത്ത് ഇഷ്ടം പോലെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് ഈ സ്വയം പറയും പോലെ പറയുന്ന ആ വിഷ്വലൊക്കെ എന്നെ വല്ലാതെ വേദനിപ്പിച്ച വിഷ്വലുകളായിരുന്നു. രക്ഷപ്പെടലിനിടയിൽ 2-3 മുൾച്ചെടികളും ഒരു നീരുറവയും കണ്ടപ്പോൾ നജീബ് അതിൽ ചാടിയാൽ ആശ്വാസം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു, എളുപ്പം ആ വെള്ളത്തിലേക്ക് ചാടും എന്ന് വിചാരിച്ചപ്പോഴാണ് ആ ഇബ്രാഹിം എന്ന് പറഞ്ഞ കൂട്ടുകാരൻ തടഞ്ഞത്. പിന്നെയാണ് അറിഞ്ഞത് അങ്ങനെ വെള്ളം കുടിച്ചാൽ ചത്തുപോകും. അതാണ് പ്രശ്നം. ഈ മാസങ്ങളോളം വെള്ളം കുടിക്കാതിരുന്ന മനുഷ്യൻ, കുളിക്കാതിരുന്ന മനുഷ്യൻ, അയാൾ എടുത്ത് ചാടിയാൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി വയറു നിറച്ച് വെള്ളം കുടിച്ചാൽ അപ്പം തീരുമെന്നാണ് പറയുന്നത്. മല്ലിക ചേച്ചിയോട് എല്ലാവരും പറയുന്നു ഇതിന് ദേശീയ അവാർഡ് നൽകിയില്ലെങ്കിൽ പിന്നെ വേറെ എന്നതിന് കൊടുക്കും എന്നാണ് ചോദിക്കുന്നത് മല്ലിക ചേച്ചിയോട്. 5-6 പേര് മുറിക്കകത്തിരുന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്തോ എനിക്കറിയില്ല, കിട്ടുന്നെങ്കിൽ വലിയ സന്തോഷമെന്നാണ് മല്ലിക ചേച്ചിയുടെ പക്ഷം. അതാണ് നല്ലത്, അങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. പക്ഷേ 5-6 പേരല്ലേ ചേച്ചി, ഒരു 10-12 പേര് കാണും. അവർ ആ 12 പേരിരുന്ന് ആലോചിക്കുന്നതിൽ നിന്ന് നജീബിന് ഈ വേഷത്തിന് അവാർഡ് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കിട്ടട്ടെ. കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. കാരണം മലയാളി ഉള്ളിടത്തോളം കാലം ആടുജീവിതവും നജീബിനെയും മലയാളി പ്രേക്ഷകർ ഓർക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് മതി അവാർഡ് എന്ന് ഞാൻ പറയും. ദേശീയ അവാർഡ്, സംസ്ഥാന അവാർഡും ഒക്കെ സിനിമ കാണുന്നവരല്ലല്ലോ നിശ്ചയിക്കുന്നത് എന്നുള്ളത് ശരിയായ നിരീക്ഷണമാണ്. അവാർഡ് നിർണ്ണയിക്കാൻ വരുന്ന ആൾക്കാരുടെ ടേസ്റ്റ് പോലിരിക്കും പിന്നെ സ്വാധീനവും എന്ന് ഞാൻ മല്ലിക ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പ്രമേയുഗം കണ്ടിട്ട് ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ മമ്മൂട്ടി മാത്രമല്ല, ആ സിനിമയിലെ സംവിധായകൻ, കലാസംവിധായകൻ, തിരക്കഥാകാരൻ, ക്യാമറാമാൻ, പിന്നെ പശ്ചാത്തല സംഗീതം നൽകിയ മിടുക്കൻ, ഇവരൊക്കെ അടുത്ത അവാർഡ് നിർണ്ണയത്തിൽ മുന്നിൽ വരും എന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. 74-കാരനായ മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയായി അദ്ദേഹം എന്താണ് സ്ക്രീനിൽ കാണിച്ചു വച്ചിരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അടുത്ത വർഷത്തെ കേരളത്തിലെ സംസ്ഥാന അവാർഡ് മമ്മൂക്കിക്ക് തന്നെയാണെന്ന് ഉറപ്പിച്ച ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ മഴ ഇപ്പോഴും മനസ്സിൽ പെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പ്രമേയുഗത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഷഹനാദ് ജലാൽ എന്ന് പറഞ്ഞ ക്യാമറമാൻ എത്ര മനോഹരമായാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രമേയുഗം ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അരിച്ചരിച്ച് നമ്മളെ പേടിപ്പിച്ച ക്രിസ്റ്റോ സേവിയറുടെ സംഗീതം, പശ്ചാത്തല സംഗീതം നമ്മളെ പേടിയാക്കുന്ന. ഞാൻ ആ പ്രോഗ്രാമിൽ പറഞ്ഞു, പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിന്ധു എൻ്റെ കയ്യിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുക, കാരണം പേടിച്ചിട്ട്. അത് ഈ മ്യൂസിക്കാണ് ആ പടത്തിനെ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നതെന്ന് ഞാൻ പറയും. ക്രിസ്റ്റോ സേവിയറുടെ സംഗീതം. പിന്നെ ഉറക്കത്തിലും കാതുകളിൽ അരിച്ചരിച്ച് വന്നിരുന്നു കുറേ ദിവസം. കലാസംവിധായകനും നമ്മൾ അത്ഭുതപ്പെടുത്തി. ജ്യോതിഷങ്കർ എന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ പ്രമേയുഗത്തിൻ്റെ കലാസംവിധായകൻ. അയാളും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ കലാസംവിധായകനായിരുന്നു.
ഇവരൊക്കെ അടുത്ത അവാർഡ് നിർണയത്തിൽ എത്തും എന്ന് ഉറപ്പ് പറഞ്ഞ ആളാണ് ഞാൻ. അവരിൽ ആരൊക്കെ നേടുമെന്ന് ഇപ്പോൾ എനിക്ക് പറയാനാവില്ല. കാരണം തിരഞ്ഞെടുക്കാൻ വരുന്ന ജൂറി ആരൊക്കെയെന്ന് അറിയില്ലല്ലോ നമുക്ക്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ഞാൻ വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ പടത്തിൽ മമ്മൂട്ടി ചെയ്ത ഇരട്ട സ്വഭാവമുള്ള വേഷവും, എന്നാൽ താൻ കേസുകോട് എന്ന് പറഞ്ഞ പടത്തിൽ കുഞ്ചാക്കോ ബോബൻ്റെ കുഞ്ഞുമൽ രാജീവനും കൂടി വന്നപ്പോൾ ഞാൻ ആ ജൂറിയിലുണ്ടെങ്കിൽ ഞാൻ കുഞ്ചാക്കോ ബോബന് കൊടുക്കാനേ പറയൂ. അതുപോലെ തന്നെ എൻ്റെ വളരെ അടുപ്പമുള്ള, എനിക്ക് മാനസികമായി ഒരുപാട് അടുപ്പമുള്ള ഇന്ദ്രൻസിന് സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ ആ ജൂറിയിലുണ്ടെങ്കിൽ ആ വർഷം ഞാൻ ഫഹദ് ഫാസിലിനെ കൊടുക്കാൻ അനുവദിക്കും. ഞാൻ അതിനുവേണ്ടി വഴക്ക് കൂട്ടും. കാരണം എനിക്ക് ആ വർഷം ഇറങ്ങിയ സിനിമകളിൽ പെന്തക്കോസുകാരനായിട്ട് അഭിനയിച്ച ഫഹദ് ഫാസിലിനാണ് എനിക്കിഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇന്ദ്രൻസ് ചെയ്തത് മോശമെന്നല്ല. അപ്പോൾ വരുന്ന ജൂറികളുടെ ടേസ്റ്റ് പോലെ ഇരിക്കും അവാർഡ് എന്ന് മലയാളികൾ ഇനിയെങ്കിലും ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആടുജീവിതത്തിൻ്റെ സംവിധായകൻ ബ്ലസ്സി, കഥാകൃത്ത് ബെന്യാമൻ, ഛായാഗ്രാഹകൻ നജീബായും ഹക്കീമായും വന്ന പൃഥ്വിരാജും ഗോകുലുമൊക്കെ എക്സ്ട്രാ ഓർഡിനറി പ്രകടനമാണ് കാഴ്ചവെച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനിയും 8 മാസങ്ങൾ പിന്നിടാനുണ്ട് മലയാള സിനിമ. ഒരു വർഷത്തെ അവാർഡുകളാണല്ലോ. ഇപ്പോൾ ഏപ്രിലല്ലേ ആയുള്ളൂ. ഇതുവരെ തിയേറ്ററിലെത്തിയ സിനിമകളിൽ പ്രമേയവും ആടുജീവിതവും ടൈറ്റ് ഫൈറ്റിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇനി ഇവയെ കവച്ച് വയ്ക്കാവുന്ന സിനിമകൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ടാകാം, അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഈ 2 ചിത്രങ്ങൾ തമ്മിൽ മത്സരം ഉറപ്പാണ് എന്നുള്ള കാര്യം ഞാൻ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല. മത്സരം നന്നായി കടുക്കും. ജൂറികൾ നിഷ്പക്ഷത പുലർത്തുന്നവരായാൽ വെള്ളം കുടിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർക്ക് കൊടുക്കണമെന്നുള്ളത് ഇപ്പം എന്താ പറയുക, കൊടുമൺ പോറ്റിയായ മമ്മൂട്ടിയാണോ നജീബാണോ നല്ല നടൻ്റെ അവാർഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആടുജീവിതത്തിൻ്റെ ക്യാമറാമാനാണോ ഭ്രമയുഗത്തിൻ്റെ ക്യാമറാമാനാണോ നല്ലത്, അതുപോലെ കലാസംവിധായകൻ, ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് നോക്കുമ്പോൾ ഈ 2 സിനിമകളും ഒരുപാട് ടൈറ്റ് ഫൈറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അക്കാദമി ചെയർമാൻ കണ്ടെത്തിയ പയ്യനാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ താൻ കേസുകോട് എന്ന ചിത്രത്തിൽ കൊഴുമൽ രാജീവനായ കുഞ്ചാക്കോ ബോബനല്ല, സുന്ദരമായും ജെയിംസായും വന്ന മമ്മൂട്ടിക്കായിരുന്നു പുരസ്കാരം കൊടുത്തത് കഴിഞ്ഞ വർഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് കൊണ്ടുവന്ന പയ്യനാണ് പൃഥ്വിരാജ് എന്നുള്ള നന്ദനത്തിലൂടെ കൊണ്ടുവന്നാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അരിപ്രാഞ്ചി അടക്കം രഞ്ജിത്ത് സിനിമകളിലെ സജീവ സാന്നിധ്യമാണ് മമ്മൂട്ടി. ഇതൊക്കെ നൻപകൽ നേരത്ത് മയക്കത്തിന് അനുകൂല ഘടകമായെന്ന് ന്യായമായി ഞാൻ സംശയിച്ചു. കാരണം കുഞ്ചാക്കോ ബോബനുമായിട്ട് യാതൊരു കമ്മിറ്റ്മെൻറ്റും രഞ്ജിത്തിനില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആരെങ്കിലും കയറി പറയരുത് അന്നേ നേമം പുഷ്പരാജ് പറഞ്ഞില്ലേ രഞ്ജിത്തിൻ്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കിയെന്ന്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ജൂറി ചെയർമാനും ജൂറി അംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഞാൻ ചെയർമാൻ അല്ലെങ്കിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുകയാണെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിൽ നിന്നുള്ള ചില സജഷനുകൾ വരാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വരുന്നില്ല എന്ന് ഏതെങ്കിലും അക്കാദമി ചെയർമാനോ ഏതെങ്കിലും അക്കാദമി ജനറൽ സെക്രട്ടറിയോ പറയുന്നുവെങ്കിൽ കള്ളമാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. അതൊക്കെ ഉണ്ടാവും, മനുഷ്യരല്ലേ. വിവാദ ആയതിനാലും മമ്മൂട്ടിയും പൃഥ്വിരാജും തൻ്റെ പ്രിയപ്പെട്ടവൻ ആയതിനാലും 2024 വരുന്ന സിനിമാ നിർണയത്തിൽ അക്കാദമി ചെയർമാൻ്റെ പരസ്യ നിലപാടുകൾ വരാനിടയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ജൂറികൾ പ്ലഗുകളാകാതിരുന്നാൽ മാത്രം മതി. എന്നെ വച്ചത് രഞ്ജിത്തല്ലേ, അപ്പം രഞ്ജിത്തിന് താല്പര്യമില്ലാത്ത ഒരാളിന് നമ്മൾ കൊടുക്കണ്ടല്ലോ എന്ന് തോന്നുന്ന പ്ലഗുകളില്ല. ഞാൻ എൻ്റെ ശരികൾ ഞാൻ എഴുതും എന്ന് തീരുമാനിക്കുന്നവർ വന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ നിഷ്പക്ഷ നിലപാടെടുക്കണമെങ്കിൽ ജനിച്ചു വീണ കുഞ്ഞുങ്ങളോ മരിച്ചു വീണ ജഡങ്ങളോ ജൂറിയാകേണ്ടി വരും എന്ന യാഥാർത്ഥ്യം മറക്കരുത് മലയാളി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുപാർശകൾ വരുമെന്ന്, ഒരുപാട് ശുപാർശകൾ വരും. സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ ഒരുപാട് ശുപാർശകൾ വരും ഓരോ വർഷവും. അത് ഈ വർഷമോ കഴിഞ്ഞ വർഷമൊന്നുമല്ല, രഞ്ജിത്ത് വന്ന ശേഷമൊന്നുമല്ല. അവാർഡ് 1969 കാലം മുതലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ കരകാണ കടൽ പോലുള്ള നല്ല സിനിമകളുണ്ടായിരുന്നിട്ട് കുമാരസംഭവത്തിന് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ആദ്യമായി കൊടുത്ത നാടാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ശുപാർശകൾ വരില്ല എന്ന്, ഒരു ശുപാർശയും വന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ അവാർഡ് ജൂറിയിൽ ജനിച്ചു വീണ കുട്ടികളായിരിക്കണം മാർക്കിടാനിരിക്കേണ്ടത്, അല്ലെങ്കിൽ മരിച്ചുപോയ ജഡങ്ങളായിരിക്കണം. എങ്കിലേ ഒരു ശുപാർശയുമില്ലാതെ കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ പറയും. തനിക്ക് അവാർഡ് ഉറപ്പിച്ചിട്ട്, ഒരു കഥ ഞാൻ കൃത്യമായിട്ട് പറയുകയാണ്, ആളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാം ചിലപ്പോൾ. തനിക്ക് അവാർഡ് ഉറപ്പിച്ചിട്ട് തലസ്ഥാനത്ത് പറന്നു വന്ന് മുറിയെടുത്ത് താമസിച്ച് അവാർഡ് പ്രഖ്യാപനം നടന്നാൽ ഉടനെ തന്നെ മുറിക്കാനുള്ള കേക്കും കഴിക്കാനുള്ള മദ്യക്കുപ്പിയൊക്കെ വാങ്ങി എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അവാർഡ് തനിക്കല്ല എന്നറിഞ്ഞപ്പോൾ ഏർപ്പാടാക്കിയിരുന്ന
ഒരു ക്യാമറാമാനെയാണ് ഏർപ്പാടാക്കി വെച്ചിരുന്നത്. അവാർഡ് ജൂറിയിലുള്ള ഒരു ക്യാമറാമാനോട് പറഞ്ഞിരുന്നു, എല്ലാവരുടെയും പറഞ്ഞ് മികച്ച നടൻ്റെ അവാർഡ് എനിക്ക് വാങ്ങിത്തരണമെന്ന്. അപ്പോൾ ആ മാന്യനായ ക്യാമറമാനെ തെറിയൊക്കെ വിളിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോയ മാന്യനായ ഒരു സിനിമാ നായകനുള്ള നാടാണ് കേരളം. എത്ര പൊട്ടനെന്ന് ആലോചിച്ച് ഒരു ക്യാമറമാനെ വിളിച്ചിട്ട് എല്ലാ ജൂറി മെമ്പർമാരോടും നിങ്ങളിങ്ങനെ സംസാരിക്കണം, അങ്ങനെ എനിക്ക് അവാർഡ് വാങ്ങിത്തരണം. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു ഞാൻ ഇടപെടാം എന്ന് പറഞ്ഞു. അദ്ദേഹം ഇടപെടുകയൊക്കെ ചെയ്തു. പക്ഷേ പ്രശ്നം എന്ത് പറ്റുന്നിട്ടാൽ ഈ നായകൻ അതിബുദ്ധി കാണിച്ചു. ഓരോ ജൂറിയിലുള്ള ഓരോ മെമ്പർമാരെയും ചെയർമാനെയും അടക്കം പ്രത്യേകം വിളിച്ചിട്ട്, സാറേ എൻ്റെ പടമുണ്ടേ, വല്ലപ്പോഴും കിട്ടുന്നൊരു നല്ല വേഷമാണ്, ആ വേഷത്തിന് എനിക്ക് തരണം എന്ന് പറഞ്ഞ് ഓരോരുത്തരും. അപ്പോൾ എല്ലാവരും നോക്കാമെന്ന് പറഞ്ഞു. ഈ വിധി നിർണ്ണയം നടക്കുന്ന സമയത്ത് ഈ ക്യാമറമാൻ പറഞ്ഞു, അല്ല നമ്മുടെ മറ്റേ പടത്തില്ലേ, മറ്റേ വേഷം ചെയ്തില്ലേ, ആ നടൻ എന്നെ ഇങ്ങനെ ഇരിക്കപ്പുറത്ത് തരുന്നില്ല, എന്നെ വിളിച്ച് ഇങ്ങനെ അവാർഡിന് വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ആൾ നിങ്ങളുടെ പറഞ്ഞോ, ഓ അല്ല എന്നോടെയും പറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന ആൾ എന്നോടെയും പറഞ്ഞു. അപ്പോൾ ജൂറി ചെയർമാൻ എന്നോടെയും പറഞ്ഞു. അവസാനം അയാളെ കരിമ്പട്ടികയിൽപ്പെടുത്തി പരസ്യപ്പെടുത്തണമെന്ന് വരെ തീരുമാനമെടുത്തതാണ്. ഈ നടനെ ഇനി ഒരു മത്സരത്തിലും പങ്കെടുപ്പിക്കാൻ പാടില്ല, കാരണം ജൂറിയിലുള്ള മുഴുവൻ ജൂറി ചെയർമാൻ അടക്കം എല്ലാ മെമ്പർമാരെയും വിളിച്ച് ശുപാർശ ചെയ്തവനാണ്, അതുകൊണ്ട് കരിമ്പട്ടികപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് പെടുത്തിയില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അയാൾ എന്തെന്ന് വെച്ചാൽ ഈ ക്യാമറാമാൻ വിചാരിച്ച പോലെ ശ്രമിച്ചില്ല എന്ന് തോന്നിയിട്ട് പാവം മരിച്ചുപോയി. ആ ക്യാമറാമാനെ വിളിച്ചിട്ട് കുറേ തെറി, താനൊക്കെ ആണോടോ, തന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ, താൻ എന്തോ ചെയ്ത് എൻ്റെ കൂടെ പറഞ്ഞാണ് ക്യാമറാമാൻ. അയാൾ ഒരുപാട് മോശം വാക്കുകൾ സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആരുമായിട്ടും ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് പോലും ഈ വാക്കകത്ത് പാൻ പരാഗിടുന്നൊരു ശീലമുള്ളതുകൊണ്ട് ഈ ചുണ്ടിനകത്ത് ഇത് വെച്ച് ഇങ്ങനെ വെച്ച് വാ നിറച്ച് അതിൻ്റെ ഉമിനീരായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അധികം സംസാരിക്കാറില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ ആക്കേ ഉള്ളൂ. അത്രയും സാധുവായിരുന്നു മനുഷ്യൻ. മരിച്ച് മണ്ണടിഞ്ഞു പോയി എങ്കിലും പറയാണ്, ആ മനുഷ്യനെ തെറിയോട് തെറി എനിക്ക് അവാർഡ് തന്നില്ല എന്ന്. ഇതാണ് പ്രശ്നം. നിനക്കാണ് എന്ന് പറഞ്ഞ് കൊതിപ്പിച്ച്, നിനക്കല്ല എന്ന് പറഞ്ഞ് പാവം നമ്മുടെ കലാഭമണിയെ ബോധം കെടുത്തിയവന്മാരും ഈ നാട്ടിലുണ്ട്. എടാ വാസുദി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞാൽ അതിലെ രാമു, നിനക്ക് തന്നെ നാഷണൽ അവാർഡ്, നിനക്ക് തന്നെ സംസ്ഥാന അവാർഡ് എന്ന് പറഞ്ഞ് പാവം അയാളെ പറ്റിച്ച് പറഞ്ഞ് ആടിച്ച് ചെത്തക്കൊമ്പി കയറ്റിയിട്ട് അയാൾക്കല്ല എന്ന് പറഞ്ഞപ്പം ഒരു സാധു മനുഷ്യനല്ലേ. ബോധം കെട്ട നാടാണ് ഇവിടെ. ഇതിനേക്കാൾ മോശം സ്ഥിതിയാണ് അങ്ങ് കേന്ദ്രത്തിലെന്നുള്ളത് മമ്മൂട്ടിക്ക് അറിയാമായിരിക്കും. പൃഥ്വിരാജും ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഒരു സമുദായത്തെയോ അതിൽപ്പെട്ട വ്യക്തിയെയോ മാന്യവത്കരിക്കുന്ന ഒരു അവാർഡ് നിശ്ചയിക്കരുത് എന്ന കർശന നിർദ്ദേശം ഔദ്യോഗിക രേഖയിലല്ലാതെ നൽകിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര അവാർഡുകൾ നിർണ്ണയിക്കുന്നത്. ഒരു എന്താ പറയുക വിഭാഗത്തിൽപ്പെട്ട ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് എന്താ പറയുക അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അവാർഡും കൊടുക്കരുത്. അവരിലെ ആളുകളാണ് അവാർഡ് എന്താ പറയുക നേടേണ്ടവർ എന്ന് പറഞ്ഞാൽ അതും കൊടുക്കണ്ട എന്ന് അവാർഡ് ജൂറിക്ക് കർശനമായ നിർദ്ദേശം നൽകുമെന്നൊരു ജൂറി മെമ്പർ എന്നോട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു നല്ല സിനിമയ്ക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ആ സിനിമ തട്ടിയത് എന്തെന്ന് ചോദിച്ചു പറഞ്ഞു, അത് ആ സബ്ജക്റ്റാണ് ദിനേശ്. ആ സബ്ജക്റ്റ് അതുപോലുള്ള സബ്ജക്റ്റുകൾക്ക് അവാർഡ് കൊടുക്കരുതെന്ന് കർശന നിർദ്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, വാക്കാൽ. അതാണ് പ്രശ്നം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പെരുമൺ പോറ്റിയാവുന്നത് മമ്മൂട്ടിയും പൃഥ്വിരാജിൻ്റെ കഥാപാത്രം നജീബാകുന്നതും 2 ചിത്രങ്ങൾക്കും വേണമെങ്കിൽ പാരയാകാം. ദേശീയ അവാർഡിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. തിരഞ്ഞെടുക്കേണ്ട ജൂറിമാർ ഇപ്പോൾ വരുന്നത് ഒക്കെ കേന്ദ്രം ഭരിക്കുന്നവരുടെ മച്ചമ്പിമാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. മുമ്പ് ഇവിടെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ നമ്മൾ രാഷ്ട്രീയം പറയാമല്ലോ. എൻ്റെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു, ചേട്ടാ വന്നപ്പോൾ നിങ്ങളെ ചാനലിൽ രാഷ്ട്രീയം കയറുന്നല്ലോ എന്ന്. രാഷ്ട്രീയം പറയാമല്ല, സത്യം പറയാണ്. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നപ്പോൾ കേന്ദ്ര അവാർഡ് കമ്മിറ്റിയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്താ പറയുക സെൻസർ ബോർഡിലൊക്കെ പിച്ച ബഷീർ, കല്ലറ സരസമ്മയൊക്കെ കയറിയിട്ടുണ്ട്. എന്നാലും വലിയ ദ്രോഹമില്ലായിരുന്നു. നിങ്ങളിപ്പോഴത്തെ സെൻസർ ബോർഡ് മെമ്പർമാർ ആരൊക്കെയെന്ന് കേരളത്തിലെ മാത്രം എടുക്കും, ബാക്കി സംസ്ഥാനങ്ങളൊക്കെ വിടും. കേരളത്തിലെ 10-55 സെൻസർ ബോർഡ് മെമ്പർമാരെ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. എല്ലാം കേന്ദ്രം ഭരിക്കുന്നൊരു പാർട്ടിയുടെ കുറ്റിച്ചീലുകളാണ്. സിനിമ പോലും നേരെ കണ്ടിട്ടില്ലാത്തവന്മാരെയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവാർഡ് കമ്മിറ്റിയിലും ഇപ്പോൾ സംഭവിക്കുന്നതാണ്. കാരണം ജൂറിയായിട്ട് വരുന്നതെല്ലാം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ മച്ചമ്പിമാരാണ് എന്നുള്ളതാണ്. എട്ടുംപെട്ട് തരാത്ത പിള്ളേരെ വരെ ഇപ്പോൾ കൊണ്ടു കിടക്കുന്നത് സ്പിൽബർഗിനെ അല്ലെങ്കിൽ കൊറസോവയുടെയും ഫെല്ലിനിയേക്കാളും വലിയ സംവിധായകരായിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടു കിടക്കുന്നു. ഇതൊരു ദ്രോഹമെന്ന് ആലോചിച്ച് നോക്കൂ. അവൻ സിനിമയുടെ അവസാന വാക്കായിട്ട് ഇങ്ങനെ നടപ്പുണ്ട്. ഒരൊറ്റ മെരിറ്റാണ്, അതായത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോട് പിന്തുണ പ്രഖ്യാപിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ രാഷ്ട്രീയം പറയുന്നു. രാഷ്ട്രീയം പറയാമല്ല, മുമ്പൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയും. കോൺഗ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ കാലം കേന്ദ്രം ഭരിച്ചത്. എന്നാൽ പോലും അവർ കുറച്ചൊക്കെ മാന്യത കാണിച്ചിരുന്നു.
അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ BJP-കാരനായ സുരേഷ് കുമാറിന് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാവാൻ പറ്റിയത്. അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും അത്രയും പിടിവാശി പിടിക്കാറില്ല. അപ്പോൾ ഗണേശൻ പറഞ്ഞു എൻ്റെ സുഹൃത്തായ സുരേഷ് കുമാറിന് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിലെ ചെയർമാൻഷിപ്പ് കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയോ എതിർത്തു, അയ്യോ അയാളൊരു BJP-കാരനല്ലേ, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ ആളാണ് ഉമ്മൻചാണ്ടി. പക്ഷേ അതുപോലെ അല്ല ഇപ്പോൾ സബ്ജക്റ്റ് എന്താണ്, ആ സബ്ജക്റ്റിൽ ഒരു സമുദായത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടോ, താറടിച്ച് കാണിക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ കേരള സ്റ്റോറി ഇലക്ഷനായിട്ട് ഇന്ന് വെള്ളിയാഴ്ച കേരള സ്റ്റോറി കാണിക്കുകയല്ലേ ദൂരദർശനിൽ, അതുപോലെയൊക്കെ കാണിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഒരു സമുദായത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാധനവും ചെയ്യാൻ സമ്മതിക്കില്ല. ആ സമുദായത്തിൽ നിന്ന് വരുന്നവർക്ക് ഒരു അംഗീകാരവും കൊടുക്കരുത് എന്ന് കർശനമായ നിർദ്ദേശമാണ് വാക്കാൽ കൊടുക്കുന്നത് എന്ന് പറയുന്നു. 80 കോടി രൂപ ചെലവിട്ട പടമാണ് ആടുജീവിതം എന്ന് പറയുന്നു. കഷ്ടപ്പെട്ടതിൻ്റെ ഫലം, ചെലവിട്ടതിൻ്റെ ഗുണം ഈ സിനിമയിൽ കാണാനുണ്ട്, ഉറപ്പായിട്ട് കാണാനുണ്ട്. ഇത്രയും ക്ഷമ ബ്ലസ്സിക്കുണ്ടല്ലോ എന്ന് തോന്നുന്നു. ബ്ലസ്സി നല്ല ക്ഷമയുള്ളവനാണ്. ആടുജീവിതത്തെയൊക്കെയാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് വിളിക്കേണ്ടത് എന്ന് ഞാൻ പറയും. ഇതൊക്കെയാണ് പാൻ ഇന്ത്യൻ സിനിമ. ഇവിടെ ചുമ്മാ എടുക്കുന്ന ചപ്പടാച്ചി സിനിമകളുടെയും പറയുന്നത് എന്താ, ഒരു പാൻ ഇന്ത്യൻ സിനിമ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, 2000 കോടി രൂപയാണ് നമ്മൾ ചിലവാക്കാൻ പോകുന്നത് എന്ന് പറയും. സബ്ജക്റ്റ് എന്താണെന്ന് നോക്കുമ്പോൾ ശശികുമാർ സാർ എടുത്തിരുന്ന സിനിമ പോലത്തെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും. പറയുന്നത് പാൻ ഇന്ത്യ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ 2000 കോടിയിൽ മലയാള സിനിമയുടെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും ആടുജീവിതമെന്ന് ഇനി ഞാൻ കൂടി പറയണമെന്നില്ല. ഓസ്കർ അവാർഡ് പൃഥ്വിരാജ് നേടും എന്നൊക്കെ തള്ളിമറിക്കുന്ന ചില നിരൂപകന്മാരുണ്ട് യൂട്യൂബിലൊക്കെ. ഓസ്കർ അവാർഡ് അത് പൃഥ്വിക്കേ ഇനി ഈ വർഷം കിട്ടുള്ളൂ എന്ന് പറയുന്ന പെയ്ഡ് ഈ പൈസ വാങ്ങിച്ചുകൊണ്ട് പൊക്കിയടിക്കുന്നവന്മാരുണ്ട്. ഓസ്കാർ നോമിനേഷൻ എങ്ങനെ, എന്തൊക്കെയാണ് മത്സരിക്കാനുള്ള മാനദണ്ഡം, ഇതൊന്നും അറിയാതെ ഇങ്ങനെ തള്ളരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊന്നും പ്രാദേശികമായ ഒരു ഭാഷയിൽ പ്രാദേശികമായ ഒരു രാജ്യത്തുണ്ടാക്കിയ ഒരു സിനിമയ്ക്കും ഓസ്കാർ മത്സരത്തിന് എത്താൻ കഴിയില്ല. പ്രാദേശിക അവാർഡിന് മാത്രമേ മത്സരിക്കാൻ കഴിയൂ എന്നുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാതെയാണ് ഈ തള്ളിമറിക്കുന്നതെന്ന് ഞാൻ പറയും. പ്രാദേശിക സിനിമയ്ക്കുള്ളൊരു അവാർഡിന് മാത്രമേ ഓസ്കർ അവാർഡിൽ മത്സരിക്കാനെങ്കിലും ചെല്ലാൻ കഴിയുള്ളൂ. അതറിയാവുന്നവർ പോലും തള്ളിമറിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. 2008 പുറത്തു വന്ന ആടുജീവിതം എന്ന ബെന്യാമിൻ്റെ നോവൽ അടുത്ത കാലത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട നോവലാണെന്ന് ഞാൻ പറഞ്ഞു. 250 എഡിഷനിലായി 250 ലക്ഷം കോപ്പിയാണ് വിറ്റഴിഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള AR റഹ്മാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ് AR റഹ്മാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ പടത്തിന് ഒരു ഗുണവും ഒരു സംഭാവനയും നൽകിയില്ല എന്ന് ഞാൻ പറയും. ചിലപ്പോൾ AR റഹ്മാൻ അല്ലെങ്കിൽ റസൂൽ പൂക്കട്ടി, ശ്രീകർ പ്രസാദ് ഒക്കെ ഈ സിനിമയിൽ സഹകരിച്ചു എന്നുള്ള നാഷണൽ ലെവലിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇതിലുണ്ടായിരുന്നു എന്ന് പറയാനായിരിക്കും അവരെയൊക്കെ വച്ചത്. പക്ഷേ ഇപ്പോൾ റഹ്മാൻ ഒരു മ്യൂസിക് ഇട്ടാൽ ഈ സീൻ ഇങ്ങനെയാണ് മ്യൂസിക് എന്ന് റഹ്മാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കയറിയാതല്ല, അതൊന്ന് മാറ്റി ചെയ്യണമെന്ന് ബ്ലസ്സിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല, ബ്ലസ്സി പറയുമെന്നും എനിക്ക് തോന്നില്ല. അതിൻ്റെ ഒരു കുഴപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭ്രമയുഗത്തിൽ ഇങ്ങനെ അരിച്ചരിച്ച് ആ സിനിമയെ ഉയർത്തിക്കൊണ്ട് പോകുന്ന ഒരു റീറെക്കോർഡിങ്ങിൻ്റെ ഒരു സുഖം, ഒരു പേടി ഒന്നും എനിക്ക് ആടുജീവിതത്തിൽ അനുഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. റീറെക്കോർഡിങ്ങിൽ എന്ന് കരുതി ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു ഗുമ്മുണ്ടാവും എന്ന് പറഞ്ഞാണ് നമ്മൾ AR റഹ്മാൻ റസൂൽ പൂക്കട്ടിയൊക്കെ വച്ചത് എന്ന് പറയുമ്പോൾ അതൊന്നും ഈ ചിത്രത്തിൽ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഇത് കേട്ട ഉടനെ നിനക്കിതുപോലെ ചെയ്യാമോ എന്ന് ചോദിക്കരുത്. അതൊരു വരട്ട് ചോദ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിൻ്റെ ബംഗ്ലാവിലൗത തറപ്പടമല്ലേ എന്നൊന്നും എഴുതിയും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിനിമ ഓടാത്തൊരു പൊട്ട സിനിമയാണ്, ചെറിയ ബജറ്റിൽ. ഇപ്പോൾ ഇത് 80 കോടി രൂപ എന്നാണ് പറഞ്ഞത്. ഞാൻ 74 ലക്ഷം രൂപയ്ക്ക് തീർത്ത സിനിമയാണ് ബംഗ്ലാവിലൗത. എന്തായാലും ബ്ലസ്സിയുടെയും പൃഥ്വിയുടെയും ഗോകുലിൻ്റെയും ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മലയാളിക്കും ഉറപ്പായിട്ടും അഭിമാനിക്കാം ഈ സിനിമയെ ഓർത്ത് എന്ന് ഞാൻ പറയും. അത്രയും വർഷങ്ങളോളം എടുത്ത് 16 വർഷമെന്നൊക്കെ തള്ളിയെങ്കിലും 6-7 വർഷക്കാലത്തെ ശ്രമഫലം കൊണ്ട് പൃഥ്വിരാജിനെ പോലൊരു നടൻ സ്വന്തം ശരീരത്തെ, സ്വന്തം ജീവനെ പോലും മൈൻഡ് ചെയ്യാതെ കഥാപാത്രത്തിന് വേണ്ടി 10-30 കിലോ ഭാരം കുറച്ച് ആ കഥാപാത്രത്തിന് വേണ്ടി ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ മാസങ്ങളോളം അഭിനയിക്കാൻ തയ്യാറായത്, അല്ലെങ്കിൽ ഓരോ ഷെഡ്യൂളിലും ഇങ്ങനെ വെയിറ്റൊക്കെ നോക്കി ഓരോ ദിവസവും വെയിറ്റ് പരിശോധിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ. അതൊക്കെ പരിശോധിച്ച് ഇന്ന് എത്ര ഗ്രാം കുറഞ്ഞു, എത്ര കൂടിയെന്നൊക്കെ നോക്കിയൊക്കെയാണ് അഭിനയിപ്പിച്ചതെന്ന് പറയുന്നത്. എന്തായാലും ഒരു അനുഭവം തന്നെയാണ് ആടുജീവിതം. തീർച്ചയായിട്ടും ബ്ലസ്സിക്ക് അഭിമാനത്തോടെ പറയാം, ഞാൻ ആടുജീവിതത്തിൻ്റെ സംവിധായകനാണെന്ന് ഇനിയുള്ള കാലത്ത് പറയാം. ഇനിയൊരു സിനിമ ചെയ്തില്ലെങ്കിൽ പോലും ബ്ലസ്സിക്ക് ആടുജീവിതം അഭിമാനത്തോടെ പറയാവുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജിനും അതുപോലെ തന്നെ ഗോകുലിനും ഈ സിനിമ മനോഹരമാക്കിയ ഓരോരുത്തർക്കും ഒരു ഗുഡ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട്
ഇതുപോലുള്ള സിനിമകൾ ഇനിയും മലയാള സിനിമയിൽ നിന്നുണ്ടാകട്ടെ, അതിനൊരു പ്രേരകമാകട്ടെ പ്രമേയുഗവും മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ഈ പറയുന്ന ആടുജീവിതവും ഒക്കെ 80 കോടിയോ 100 കോടിയോ മുടക്കിയാലും മലയാള സിനിമയ്ക്ക് തിരിച്ച് റിട്ടേൺ കിട്ടുന്ന കാലമായിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾ മുടക്കൂ എന്ന് പറഞ്ഞപ്പോൾ പി ശ്രീകുമാറിനെ കുറിച്ച് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, പി ശ്രീകുമാർ കർണൻ്റെ ജീവിതകഥ മനോഹരമായി എഴുതിയ ഒരു സ്ക്രിപ്റ്റ് കയ്യിലിരിക്കുകയാണ്. പക്ഷേ ഒരു 10-200 കോടി രൂപ ഉണ്ടെങ്കിൽ ആ സിനിമ എടുക്കാൻ പറ്റൂ. ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച ആളാണ്. എത്ര മനോഹരമായിട്ടാണ് പി ശ്രീകുമാരേട്ടൻ ആ സ്ക്രിപ്റ്റ് എഴുതി വച്ചിരിക്കുന്നത്. കർണൻ്റെ കഥ സത്യത്തിൽ സ്ക്രീനിൽ വരണമെന്ന് ആശിക്കുന്ന ഒരാളാണ് ഞാൻ. യുദ്ധം കഴിഞ്ഞ ശേഷമൊക്കെയുള്ള പിറ്റേ ദിവസത്തെ പ്രഭാതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാണണം. അതുപോലെ കണ്ണൻ്റെ പ്രണയത്തെക്കുറിച്ചും കർണൻ്റെ പ്രണയത്തെക്കുറിച്ചുമൊക്കെ എന്ത് രസമായിട്ട് എഴുതിയ പുസ്തകം സ്ക്രിപ്റ്റാണ് പി ശ്രീകുമാറിൻ്റെത്. ഞാൻ പറയുന്നു, ഇനിയിപ്പോൾ 100 കോടി 80 കോടിയൊക്കെ ഇതായെങ്കിൽ 100 കോടി 200 കോടിയൊക്കെ മുടക്കിയാലൊന്നും ഒരു പ്രശ്നമില്ലെന്നേ. ഒരു പാൻ ഇന്ത്യൻ സിനിമയൊക്കെ ഇനി മലയാളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ സിനിമകളുടെയൊക്കെ ബിസിനസ് തെളിയിക്കുന്നു. അതിനൊരു എന്താ പറയുക ഊർജം പകർന്നതായി ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രമയുഗം, പ്രേമലു, അതുപോലെ മഞ്ഞുമൽ ബോയ്സ്, അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെ വന്ന ആടുജീവിതവും വലിയ ഹിറ്റായതോടുകൂടി 100-200 കോടി തെലുങ്കിലും ഹിന്ദിയിലൊക്കെ മുടക്കുന്നത് പോലെ മുടക്കിയാൽ തിരിച്ചു പിടിക്കാവുന്ന ഭാഷ തന്നെയാണ് മലയാളം എന്ന് തെളിയിക്കാൻ ആടുജീവിതത്തിന് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു രാഷ്ട്രീയവും നിങ്ങൾ കാണരുത്. സത്യസന്ധമായി കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും അങ്ങനെ പറയേണ്ടി വരുന്ന വിഷയങ്ങൾ വന്നാൽ ഞാൻ തുറന്നു പറയും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയണമെങ്കിലും പറയും. എനിക്ക് നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഒരുപാട് പേര് പറയുന്നു ഞാൻ പിണറായി വിജയൻ്റെ ഭക്തനാണ്. നല്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോൾ കാണുന്ന വർത്തമാനകാല സഖാക്കൾക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരാളുമാണ് ഞാൻ. കാരണം ഞാനതൊന്നും വകവയ്ക്കുന്ന ആളല്ല. ഞാൻ ഭാരത് ലൈവ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയ്ക്ക് ഒരു ദിവസം എൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ മരുതുംകുഴി ഭാഗത്ത് വട്ടർക്കാവ് ഭാഗത്തൊക്കെ പോലീസുകാരിങ്ങനെ നിൽക്കുന്നു അവിടെ ആയിട്ട്. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ആ പോലീസുകാരവിടെ നിൽപ്പുണ്ട്. അപ്പോൾ രാവിലെ മുതൽ മണിക്കൂർ കണക്കായിട്ട് ഈ പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതോ ഒരു VVIP അതിൽ പോകുന്നു എന്ന് തോന്നി. ഞാൻ കാർ ഒതുക്കി ഒരു പോലീസുകാരനോട് ചോദിച്ചു, താങ്കൾ എന്താ രാവിലെ മുതൽ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. അത് വിളപ്പിശാലയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് CM പോകാനുണ്ട്, അതുകൊണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു, CM സെക്രട്ടറിയിൽ നിന്ന് വിളപ്പിശാലയിൽ പോകാൻ ഇതിലേ പോകണമെന്ന്. ചിലപ്പോൾ ഇതിലേയും പോകാമല്ലോ, അതുകൊണ്ട് ഞങ്ങളെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കാണെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഒരു പ്രയാസം തോന്നി. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഭാരത് ലൈവിൽ ഒരു പ്രോഗ്രാം ചെയ്തു. EMS എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ചിരുന്ന സംസ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി നാട്ടിലേക്ക് പുല്ലുവഴിയിലേക്ക് പോയ PK വാസുദേവൻ നായർ, അച്യുതാനന്ദൻ, പാതിരാത്രി മുഖ്യമന്ത്രി ലിഫ്റ്റിൽ വന്നിറങ്ങുമ്പോൾ ഉറങ്ങിയിരുന്ന പോലീസുകാരൻ ചാടി എണീറ്റ് സല്യൂട്ട് ചെയ്യുമ്പോൾ ആളുകളെ പാതിരാത്രി പേടിപ്പിക്കാതെടോ എന്ന് പറഞ്ഞ EK നായനാർ, ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരായ ഇവരൊക്കെ ഭരിച്ച നാട്ടിൽ 10-30 കാറുകളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ യാത്ര ചെയ്യുന്നത് ശരിയല്ല എന്ന പ്രോഗ്രാം ചെയ്ത ആളാണ് ഞാൻ. ആ പ്രോഗ്രാം ഇവിടെ DGP ആയിരുന്ന സെൻകുമാർ അടക്കം BJPയുടെയും RSSൻ്റെയും ഒക്കെ സൈറ്റുകളിൽ അതെടുത്തിട്ട് അങ്ങ് അലക്കി. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ദിനേശ് പിണറായി വിജയനെ തള്ളക്കി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു അപകടം മനസ്സിലായത്. കാരണം ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത്, പക്ഷേ അതിനെ പിണറായി വിജയനെതിരേക്ക് തിരിക്കാനായിട്ട് ഈ RSSൻ്റെയും BJPയുടെയൊക്കെ ചാനലുകളിൽ സെൻകുമാർ അടക്കം എടുത്തിട്ട് അലക്കിയപ്പോൾ, TG മോഹൻദാസ് അടക്കമുള്ളവർ എടുത്തിട്ട് അലക്കിയപ്പോൾ അയ്യേ ഇങ്ങനെയാണോ ഇതെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ അത് കഴിഞ്ഞ് ഞാനൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മിസ്റ്റർ ദിനേശ്, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഈ 10-30 ആംബുലൻസ് അടക്കമുള്ള 10-30 വണ്ടികൾ പിണറായി വിജയൻ്റെ പുറകെ ഓടുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടല്ല. പിണറായി വിജയൻ ആ വണ്ടികൾ ഓടരുത് എന്ന് പറഞ്ഞാൽ ഓടും. കാരണം Z+ എന്തോ കാറ്റഗറിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്. ഒരുപാട് കാലമായി അദ്ദേഹം വധഭീഷണിയുള്ള ഒരു നേതാവാണ്. നിങ്ങൾ ഈ പറയുന്ന EMSനോ EK നായനാർക്കോ PK വാസുദേവൻ നായർക്കോ അച്യുതാനന്ദനോ അത്തരം ഒരു വധഭീഷണിയും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ അവരെ പോലെ അല്ല പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ജീവന് എപ്പോഴും ഭീഷണിയുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും കേന്ദ്ര ഇൻ്റലിജൻസും ഇവിടുത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമുള്ള ഒരു പാനലുണ്ട്. ആ പാനലാണ് തീരുമാനിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്ക് എന്താണ് സെക്യൂരിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പുറകെ ഈ വണ്ടികൾ ഓടുന്നത്. അല്ലാതെ പിണറായി വിജയന് ആഡംബരപൂർവ്വം നടക്കാൻ വേണ്ടിയല്ല
ഈ വണ്ടികൾ ഓടുന്നതെന്ന് ദിനേശിനെ പോലുള്ളവർ എങ്കിലും മനസ്സിലാക്കണമെന്ന് ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ ചമ്മിപ്പോയി എന്ന് പറയാം. എൻ്റെ അറിവുകേടിനെക്കുറിച്ച് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, അങ്ങനെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന എന്നെപ്പോലൊരാളിൻ്റെ നേതാവായ പിണറായി വിജയനെതിരെ ആർട്ടിക്കിൾ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കത് നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, എങ്കിലും സത്യസന്ധമായി പറയുകയാണ്. ഇപ്പോഴും നിങ്ങൾ ഏതൊക്കെ സൈറ്റുകളിൽ കയറി നോക്കി അറിയാം ഞാൻ അറിഞ്ഞം പറഞ്ഞം പിണറായി വിജയനെ ചീത്ത പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക്, ഞാൻ അന്ധമായ ഒരു രാഷ്ട്രീയ കണ്ണിലെല്ലാം കാണുന്ന ആളല്ല. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ രാഷ്ട്രീയം പറയരുത്, രാഷ്ട്രീയം പറയില്ല എന്ന വിശ്വാസക്കാരാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയം പറയും, വേറെ ഏതെല്ലാം ചാനലുകാർ വന്ന് എന്നോട് സംസാരിക്കുന്നു, അവരുടെ ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ലൈറ്റ് ക്യാമറ ആക്ഷനിൽ രാഷ്ട്രീയം പറയില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര അവാർഡിലേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന ഇപ്പോഴത്തെ കൊള്ളരുതായ്മകളെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അത് BJP വിരുദ്ധമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവരുടെ അവാർഡ് നിർണ്ണയങ്ങളിൽ അവർ കൈകടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ്, അല്ലാതെ രാഷ്ട്രീയമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക. എൻ്റെ മകൻ്റെ കുടുംബജീവിതം തകർന്നോ, അതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഈ എപ്പിസോഡിൻ്റെയും ചിലപ്പോൾ ആദ്യം വരാറുണ്ട്. ഒരു എംബോക്ക് ഒരു ചെറ്റ ഇടാൻ സാധ്യതയുണ്ട്. അവൻ എത്ര കഥകൾ വേണമെങ്കിലും ഉണ്ടാക്കിക്കോട്ടെ. ജീവിതത്തിൽ സത്യസന്ധതയോടെ, ജീവിതത്തിൽ കലർപ്പില്ലാതെ, അഭിനയിക്കാതെ, പച്ചയായി ജീവിക്കുന്നതിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ട് പോലും പുല്ല് വില കൊടുക്കാതെ ആണായി ജീവിക്കുമെന്ന് പറയുന്ന ശാന്തിയുള്ള ദിനേശിനെ തോൽപ്പിക്കാൻ ഈ കമൻ്റ് ഇടുന്ന ഈ പിച്ചക്കാരൻ തെണ്ടിയെ പോലുള്ളവന്മാർക്കൊന്നും കഴിയില്ല. അവൻ്റെ അച്ഛൻ ഒരു ജന്മം കൂടെ ജനിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.